ഓം നമോ നാരായണായ. രാവണമാരീച സംവാദം എന്ന ഭാഗത്തിലെ ഓരോ വരിയുടെയും അർത്ഥമാണ് ഞാൻ ഇന്ന് പറയുവാൻ പോകുന്നത്. ഇങ്ങനെ പലതും ആലോചിച്ചുകൊണ്ട് ആ രാത്രി കടന്നുപോയി. എങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അവയുണ്ട്, അത് കേൾക്കാവുന്നതാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് ആ രാത്രി കടന്നുപോയി. സൂര്യൻ ഉദയപർവ്വതത്തിന്റെ മുകളിൽ വന്ന് ഉദിച്ചു. ദേവന്മാരുടെ ശത്രുവായ രാവണൻ തേരിലേറി യാത്രയായി. താമസിയാതെ തന്നെ സമുദ്രത്തിന്റെ മറുതീരത്തുള്ള മാരീചന്റെ ആശ്രമത്തിൽ വളരെ വേഗത്തിൽ എത്തിച്ചേർന്നു. പ്രതാപശാലിയും കോപിയുമായ രാവണൻ ഗൗരവപൂർവം അവിടെ എത്തി. മൗനവ്രതം പാലിച്ചും ജടയും മരവുരിയും ധരിച്ചും ആനന്ദരൂപനായി ശ്രീരാമനെ ഉള്ളിൽ ധ്യാനിച്ചും രാമ രാമ എന്ന് ഭക്തിയോടെ ജപിച്ച് സമാധി അവസ്ഥയിൽ സന്തോഷത്തോടെ കഴിയുകയായിരുന്ന മാരീചനും ലൗകിക ചിന്തകളൊക്കെ തൻ്റെ ആശ്രമത്തിൽ വന്നെത്തിയ ലോകത്തിന് ഉപദ്രവകാരിയായ രാവണനെ തന്നെ കണ്ട് പരിഭ്രമത്തോടും ആദരവോടും കൂടെ എഴുന്നേറ്റ് പുൽകി സന്തോഷ കണ്ണീരോടെ സ്വീകരിച്ച് ആലിംഗനം ചെയ്തു. ദശകണ്ഠനായ രാവണനെ മാരീചൻ ആചാരവിധികളോടെ പൂജിച്ച് ആദരിച്ചു. ദശകണ്ഠൻ എന്ന് പറഞ്ഞാൽ 10 തലയുള്ള ആളെന്നാണ്. മനസ്സ് ഉറപ്പിച്ച് അതിനുശേഷം മാരീചൻ രാവണനോട് ചോദിച്ചു, ഈ കൂട്ടില്ലാതെ തനിയെ അങ്ങയുടെ ഈ വരവ് എന്തിനാണ്? അങ്ങയുടെ ഭാവം കണ്ടിട്ട് എന്തോ വലിയ ചിന്താകുലതയുള്ളതായി തോന്നുന്നുവല്ലോ. ഇത് പരമരഹസ്യമല്ലെങ്കിൽ എന്നോട് പറയൂ. ഞാനും അങ്ങേക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരിൽ മുൻപന്തിയിലുള്ള ആളാണല്ലോ. ന്യായമായതും നിഷ്കളങ്കവുമായ കാര്യമാണെങ്കിൽ യാതൊരു വഞ്ചനയുമില്ലാതെ ചെയ്തു തരാൻ എനിക്ക് യാതൊരു മടിയുമില്ല. മാരീചന്റെ ഈ വാക്കുകൾ കേട്ട് രാവണൻ പറഞ്ഞു, ആപത്തുകാലത്ത് സഹായിക്കാൻ എനിക്ക് നിന്നെപ്പോലെ വേറെ ആരുമില്ല. അയോധ്യാപതിയായ ദശരഥ രാജാവിൻ്റെ പുത്രന്മാരായ 2 പേരുണ്ടല്ലോ, രാമൻ ലക്ഷ്മണൻ എന്നു പേരുള്ള ഈ 2 പേർ ഇപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീയോടൊപ്പം, അതായത് സീതയോടൊപ്പം ദണ്ഡകാരണ്യത്തിൽ വന്നു താമസിക്കുന്നു. അവർ ബലമായി എൻ്റെ സഹോദരി, അതായത് ശൂർപ്പണയുടെ മൂക്കും മുലകളും കാതുകളും അരിഞ്ഞു മാറ്റി. ഇതു കേട്ട് ഉടൻ തന്നെ ഗരൻ തുടങ്ങിയവർ 14,000 രാക്ഷസപ്പടയുമായി അവരോട് പോരാടാൻ ചെന്നു. എന്നാൽ യുദ്ധത്തിൽ രാമൻ ഒറ്റയ്ക്ക് എതിർത്തു നിന്ന് വെറും 3.25 നാഴിക, അതായത് 1.5 മണിക്കൂർ കൊണ്ട് ആ 14,000 പേരെയും കൊന്നൊടുക്കി. അതുകൊണ്ട് അവൻ്റെ പ്രാണപ്രിയായ സീതയെ ഞാൻ ഇപ്പോൾ തന്നെ അപഹരിച്ചു കൊണ്ടുപോരാൻ ഉറച്ചു. അതിനായി നീ സ്വർണ്ണ നിറമുള്ള ഒരു മാനായി രൂപമെടുത്ത് വനത്തിൽ ചെന്ന് സുന്ദരിയായ സീതയെ വശീകരിക്കണം, അതായത് മോഹിപ്പിക്കണം. മാനിന്റെ പിന്നാലെ വരുത്തി രാമലക്ഷ്മണന്മാരെ അവളിൽ നിന്നും അകറ്റി നിർത്തണം. ആ സമയം കൊണ്ട് ആ സുന്ദരിയെ ഞാൻ അപഹരിച്ചു കൊണ്ടുപോരാം. നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ എൻ്റെ ഈ ആഗ്രഹം നിശ്ചയമായും സഫലമാകും. അതിൽ യാതൊരു സംശയവുമില്ല. ദശഗ്രീവനായ രാവണന്റെ വാക്കുകൾ കേട്ട് മാരീചൻ ഉള്ളിൽ ചിന്തിച്ച് ഭയത്തോടെ ഇപ്രകാരം പറയുവാൻ തുടങ്ങി, വംശനാശത്തിന് കാരണമാകുന്ന ഈ കാര്യം അങ്ങേക്ക് ആരാണ് ഉപദേശിച്ചു തന്നത്? നിന്നോടിത് പറഞ്ഞവൻ നിന്റെ വലിയ ശത്രു തന്നെയാണ്. നിന്റെ നാശം വരുത്തി വെക്കാൻ സമയം പാർത്തിരിക്കുന്ന ആ ഒരു ശത്രു തന്നെയാണ് ആ ഉപദേശം തന്നയാൾ. നീ കേൾക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് നല്ലതായ ഒരു കാര്യം ഞാൻ പറയാം. നീ ഇപ്പോൾ ചെയ്യാൻ തുനിയുന്ന ഈ പ്രവൃത്തി നിനക്ക് ഒട്ടും നല്ലതല്ല. ശ്രീരാമനോടുള്ള ഭയം കാരണം എൻ്റെ മനസ്സിൽ രാജാവ്, രത്നം, രമണി, രഥം എന്നിങ്ങനെ രാ എന്ന് തുടങ്ങുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ പോലും ഞാൻ എപ്പോഴും ഭയന്ന് വിറയ്ക്കുകയാണ്. അതുകൊണ്ട് നീ രാക്ഷസ വംശത്തെ നശിപ്പിക്കാതെ രക്ഷിച്ചു നിർത്തുക. രാമൻ കേവലം മനുഷ്യനല്ല, പരമാത്മാവായ
ശ്രീനാരായണൻ തന്നെയാണ്. അതിൻ്റെ പരമാർത്ഥം, അതായത് യഥാർത്ഥ സത്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നീയും കേട്ടുകൊള്ളുക. നാരദൻ തുടങ്ങിയ മുനിശ്രേഷ്ഠന്മാർ പറയുന്ന ഓരോരോ വിശേഷങ്ങൾ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഹേ രാവണ, പണ്ട് ബ്രഹ്മാവ് പ്രാർത്ഥിച്ച സമയത്ത് ഭഗവാൻ, താമരക്കണ്ണനായ ഭഗവാൻ സ്നേഹത്തോടെ ഇപ്രകാരം അരുളി ചെയ്തു: ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് പറയൂ എന്ന് ഭഗവാൻ ചോദിച്ചത് കേട്ട് ബ്രഹ്മാവ് ചിന്തിച്ചതിന് ശേഷം ദയാനിധിയായ ഭഗവാനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് തന്നെ മനുഷ്യരൂപം സ്വീകരിച്ച് 10 തലയുള്ള രാവണനെ മടിക്കാതെ വധിക്കണം. അങ്ങനെ തന്നെ ചെയ്യാമെന്ന് ഭഗവാൻ വാക്കു നൽകുകയും ചെയ്തു. ദേവന്മാർക്കും തപസ്വികൾക്കും നന്മ വരുത്തുകയും ചെയ്തു. രാമൻ കേവലം ഒരു മനുഷ്യനല്ല, സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണ്. അത് തിരിച്ചറിഞ്ഞ് ഭക്തിയോടെ ഭഗവാനെ സേവിക്കുക. നീ ലങ്കയിലേക്ക് മടങ്ങിപ്പോയി സുഖമായി ജീവിക്കുക. മായാമാനുഷ്യനായ ശ്രീരാമനെ എപ്പോഴും ഭജിക്കുക. ലോകനാഥനായ ഭഗവാൻ വളരെ കരുണയുള്ളവനാണ്, ഭക്തപ്രിയനും നമുക്ക് പുനർജന്മം ഇല്ലാതാക്കാൻ കഴിവുള്ളവനുമാണ്. മാരീചൻ പറഞ്ഞത് കേട്ട് രാവണൻ പറഞ്ഞു: നീ പറഞ്ഞത് സത്യമാണ്. നീ പരിശുദ്ധൻ തന്നെ. ശ്രീനാരായണ സ്വാമി പരമപുരുഷനും പരമാത്മാവുമാണ്. ഭഗവാൻ ബ്രഹ്മാവിനോട് വാക്കു നൽകി, മനുഷ്യനായി ജനിച്ച് എന്നെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സത്യസങ്കല്പനായ ഭഗവാൻ തന്നെയാണ് അതെങ്കിലും അത് അങ്ങനെയല്ല എന്ന് തിരുത്താൻ ഇവിടെ ആർക്കാണ് കഴിയുക? നീ വിചാരിച്ചത് നന്നായി. ഞാൻ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. എന്നാൽ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറില്ല, അത് ഉറപ്പാണ്. പോയി സീതയെ അപഹരിച്ചു കൊണ്ട് തന്നെ വരണം. എഴുന്നേൽക്കൂ ഭാഗ്യവാനായ മാരീച. സ്വർണമാന്റെ രൂപമെടുത്ത് ചെന്ന് രാമലക്ഷ്മണന്മാരെ വളരെയധികം ദൂരത്തേക്ക് അകറ്റി നിർത്തുക. ആ സമയം കൊണ്ട് തേരിലേറ്റി സീതയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിനുശേഷം നീ പതുക്കെ പഴയതുപോലെ സുഖമായി ജീവിക്കുക. ഇനി നീ എന്തെങ്കിലും മറുത്തു പറയുകയാണെങ്കിൽ നിന്നെ ഇന്ന് തന്നെ ഞാൻ എൻ്റെ വാളിന് ഇരയാക്കും. രാവണന്റെ ഭീഷണി കേട്ട് മാരീചൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു: ഈ ദുഷ്ടന്റെ ആയുധമേറ്റ് മരണം സംഭവിച്ചാൽ നേരെ നരകത്തിൽ ചെന്ന് കിടക്കേണ്ടി വരും. എന്നാൽ പുണ്യത്തിന്റെ ഫലമായി മോക്ഷം ലഭിക്കുമല്ലോ, രാമന്റെ അമ്പേറ്റ് മരിക്കുകയാണെങ്കിൽ എന്ന് ചിന്തിച്ച് സന്തോഷത്തോടെ എന്നാൽ നമുക്ക് പുറപ്പെടാം എന്ന് രാവണനോട് പറഞ്ഞു. രാക്ഷസ രാജാവേ, അവിടുന്ന് കൽപ്പിച്ചാലും സാക്ഷാൽ ശ്രീരാമൻ എന്നെ പരിപാലിക്കട്ടെ, വരിക. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അത്ഭുതകരമായ രൂപത്തോടുകൂടി സ്വർണ്ണ നിറത്തിലുള്ളൊരു മാനിന്റെ രൂപം മാരീചൻ സ്വീകരിച്ചു. 10 തലയുള്ള രാവണൻ ആ തേരിൽ കയറിയിരുന്നു. കാമദേവന്റെ അമ്പുകളേറ്റ് പരവശനായ രാവണനും ആ സമയം തേരിൽ കയറി. ലക്ഷ്മി ദേവിക്ക് തുല്യനായ സീതയെ തന്നെ ഉള്ളിൽ ധ്യാനിച്ച് രാവണൻ കാമാന്തകനായി മാറി. മാരീചൻ വളരെ മനോഹരമായ ഒരു സ്വർണമാനായി. മനോഹരമായ വെള്ളിപ്പുള്ളികളും കണ്ണുകൾ രണ്ടും നീലക്കല്ലുകൾ കൊണ്ടെന്ന പോലെയും വെച്ച് മാനിന്റെ പ്രകൃതിയോടെ ഓരോരോ ലീലകൾ കാണിച്ചും കാട്ടിൽ മറഞ്ഞു നിന്നും പിന്നീട് വേഗത്തിൽ പുറത്തേക്ക് വന്നുമൊക്കെ ചാടിത്തുള്ളിയും രാമന്റെ കണ്ണെത്താത്ത ദൂരത്തു പോയി നിന്ന് നോക്കിയും രാമന്റെ ആശ്രമ പരിസരത്ത് സഞ്ചരിക്കുമ്പോൾ പൂർണ്ണചന്ദ്രനെ പോലെ മുഖമുള്ള സീത അതിനെ കണ്ട് അത്ഭുതപ്പെട്ടു. രാവണന്റെ ദുരഭിലാഷങ്ങൾ മനസ്സിലാക്കിയ ശ്രീരാമൻ ഏകാന്തത്തിൽ സീതയോട് ഇപ്രകാരം അരുളി ചെയ്തു: പ്രിയേ, നീ കേൾക്കൂ. രാക്ഷസ രാജാവായ രാവണൻ നിന്നെ അപഹരിച്ചു കൊണ്ടുപോകാൻ ഇപ്പോൾ ഒരു സന്യാസിയുടെ രൂപത്തിൽ വന്ന് നിന്റെ അടുക്കലേക്ക് വരും. ഹേ ജാനകി, അതുകൊണ്ട് നീ മടിക്കാതെ ഒരു കാര്യം ചെയ്യണം. ആ മായാ സീതയെ ആശ്രമത്തിൽ നിർത്തിയിട്ട് നീ അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരിക്കുക. ഭാഗ്യവതിയായ സീതയെ രാവണവധം പൂർത്തിയാകുന്നതുവരെ
അഗ്നിദേവന്റെ കയ്യിൽ നീ കുറച്ചു കാലം വസിക്കണം. ലോകത്തിനാകെ തണലായ പ്രിയപ്പെട്ട സീതയെ ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയാണിത്. ശ്രീരാമചന്ദ്രന്റെ വാക്കുകൾ കേട്ട് സീതാദേവിയും സുന്ദരിയായ ഒരു മായാ സീതയെ അവിടെ ആശ്രമത്തിലാക്കിയിട്ട് അഗ്നിമണ്ഡലത്തിൽ മഹാവിഷ്ണുവിന്റെ മായാദേവിയായ യഥാർത്ഥ സീത ചെന്നിരുന്നു. മായയായി സൃഷ്ടിക്കപ്പെട്ട ആ സ്വർണമാനിനെ കണ്ട് മായാ സീത ശ്രീരാമനോട് ഇപ്രകാരം പറഞ്ഞു: പ്രഭു, അങ്ങ് ഈ സ്വർണമാനിനെ കണ്ടില്ലേ? എന്തുമാത്രം അത്ഭുതമാണിതിന്! ഇത് രത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുപോലെ ഇരിക്കുന്നു. ഇതിനൊട്ടും ഭയമില്ല. വളരെ അടുത്തു വന്ന് നിൽക്കുന്നു. ഇതിന് വലിയ ഇണക്കമുള്ളതായി തോന്നുന്നു. നമുക്ക് കളിക്കാൻ ഇതിനെ കിട്ടിയാൽ വളരെ സന്തോഷമായിരിക്കും. വിളിച്ചാൽ അത് ഉറപ്പായും ഇങ്ങോട്ട് വരും എന്ന് തോന്നുന്നു. ഇതിനെ വൈകാതെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോന്നാലും. ഭർത്താവേ, ജഗത്പതേ, യാതൊരു മടിയും വിചാരിക്കരുതേ. സീതാദേവിയുടെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ അനിയനായ ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു: നീ ജാഗ്രതയോടെ കാത്തുരക്ഷിക്കണം. സീതയ്ക്ക് യാതൊരു ഭയവും ഉണ്ടാകാത്ത രീതിയിൽ. കാരണം ഈ കാട്ടിൽ എവിടെയും രാക്ഷസന്മാരുണ്ട്. ഇപ്രകാരം പറഞ്ഞിട്ട് രാമൻ വില്ലും അമ്പുകളും എടുത്ത് ഉടൻ തന്നെ ആ മാനിനെ പിടിച്ചെടുക്കുന്നതിനായി പുറപ്പെട്ടു. അടുത്തു ചെല്ലുമ്പോൾ മാൻ വളരെ വേഗത്തിൽ ഓടിപ്പോകും. ഇനി അതിനെ പിടിക്കാൻ കിട്ടില്ല എന്ന് തോന്നുമ്പോൾ അത് പതുക്കെ അടുത്തു വരും. ആ സമയത്ത് അതിനെ പിടിക്കാൻ തുടങ്ങുമ്പോൾ സമർത്ഥമായി അത് ദൂരേക്ക് കുതിച്ചു ചാടും. ഇപ്രകാരം മാനിന്റെ പിന്നാലെ പോയി ഒടുവിൽ വളരെ ദൂരത്തെത്തിയപ്പോൾ ഇതിന് വലിയ വേഗതയുണ്ട്, ഇതിനെ എങ്ങനെ പിടിക്കാനാണ് എന്നുറപ്പിച്ച് ജീവനോടെ പിടിക്കുക എന്ന ആശ ഉപേക്ഷിച്ച് രാമൻ ഒരമ്പ് വില്ലിൽ നന്നായി തൊടുത്ത് വലിച്ചുവിട്ടു. ആ അമ്പേറ്റ് സ്വർണമാൻ നിലത്ത് വീണ സമയം പർവ്വതം പോലെ വലിയൊരു രാക്ഷസ രൂപം സ്വീകരിച്ചു. ഇത് മാരീചൻ തന്നെയാണല്ലോ ലക്ഷ്മണൻ പറഞ്ഞത്. സത്യം തന്നെയായിരുന്നുവെന്ന് ശ്രീരാമനും ചിന്തിച്ചു. അമ്പേറ്റ് നിലത്തു വീണ സമയത്ത് മാരീചൻ പ്രാണവേദനയോടെ കരയുവാൻ തുടങ്ങി. അയ്യോ കഷ്ടം! ഹാ ലക്ഷ്മണ, എൻ്റെ സഹോദര അനിയ, അയ്യോ എൻ്റെ വിധിബലമേ ദയാനിതേ, എന്നെ രക്ഷിക്കണേ എന്ന് രാമന്റെ ശബ്ദത്തിൽ മാരീചൻ നിലവിളിച്ചു. ആ ആർത്തനാദം കേട്ട് സീതാദേവി ലക്ഷ്മണനോട് പറഞ്ഞു: ലക്ഷ്മണ, നീ ഒട്ടും വൈകാതെ അവിടേക്ക് ചെല്ലൂ. ജ്യേഷ്ഠന്റെ വിലാപങ്ങൾ നീ കേട്ടില്ലേ? ഭയങ്കരന്മാരായ രാക്ഷസന്മാർ അദ്ദേഹത്തെ കൊല്ലുന്നതിന് മുൻപ് ലക്ഷ്മണ, നീ മടിക്കാതെ ചെന്ന് അദ്ദേഹത്തെ രക്ഷിക്കൂ. ഇല്ലെങ്കിൽ ആ രാക്ഷസ വീരന്മാർ അദ്ദേഹത്തെ ഇപ്പോൾ കൊന്നുകളയുമല്ലോ. അയ്യോ! ലക്ഷ്മണൻ അത് കേട്ട സീതാദേവിയോട് പറഞ്ഞു: ദുഃഖിക്കരുത് ആര്യേ. ദേവി, എൻ്റെ വാക്കുകൾ കേട്ടാലും മാരീചൻ തന്നെയാണ് സ്വർണമാനായി വന്നത്. അവൻ മിടുക്കനായ വഞ്ചകനാണ്, കള്ളനാണ്. ഈ രീതിയിൽ നിലവിളിച്ച് അവൻ തന്നെയാണ്. കാര്യഗ്രഹണമില്ലാതെ ഞാനും ഇത് കേട്ട് കണ്ട് ജ്യേഷ്ഠന്റെ അടുക്കിലേക്ക് അകന്നു പോയാൽ ഇവിടെ ഒറ്റയ്ക്കാകുന്ന അവിടുത്തെ രാക്ഷസന്മാർക്ക് അപഹരിച്ചു കൊണ്ടുപോകാമല്ലോ. രാവണന് അതിനായിട്ടുള്ള ഉപായമാണിത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് അവിടുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്. ലോകത്തിലുള്ള ആർക്കും തന്നെ ജയിക്കുവാൻ കഴിയാത്ത ആളാണ് ശ്രീരാമൻ. അതുകൊണ്ട് ആ നിലവിളിച്ചത് ശ്രീരാമനല്ല എന്ന് അവിടുന്ന് അറിയണം. ഇത്തരമൊരു ആർത്തനാദം എൻ്റെ ജ്യേഷ്ഠന് ഒരിക്കലും ഉണ്ടാക്കുകയുമില്ല. ഇത് രാത്രി സഞ്ചാരമായ രാക്ഷസന്മാരുടെ മായയാണെന്ന് മനസ്സിലാക്കിയാലും. ലോകനാഥനായ ശ്രീരാമൻ കോപിക്കുകയാണെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംഹരിക്കാൻ പ്രാപ്തനാണെന്ന് അവിടുന്ന് അറിഞ്ഞാലും. അങ്ങനെയുള്ള ശ്രീരാമന്റെ താമരപ്പൂ പോലുള്ള മുഖത്തിന് എങ്ങനെയാണ് ഇത്രയും ദയനീയമായ നിലവിളി ഉയരുക? ലക്ഷ്മണൻ പറഞ്ഞത് കേട്ട സീതാദേവി കണ്ണുനീർ വാർത്തുകൊണ്ട് മനസ്സിൽ വർദ്ധിച്ചു വന്ന ദുഃഖത്തോടും കോപത്തോടും കൂടെ ലക്ഷ്മണനെ നോക്കി ആ സമയം ഇപ്രകാരം പറഞ്ഞു: നീയും രാക്ഷസകുലത്തിൽ തന്നെയാണ് ജനിച്ചത്, തീർച്ച. സ്വന്തം ജ്യേഷ്ഠന്റെ നാശം കാണാനാണ് നിന്റെ ആഗ്രഹം. ദുഷ്ട മനസ്സുള്ളവനെ ഞാൻ ഇന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞില്ലല്ലോ. രാമന്റെ നാശം ആഗ്രഹിക്കുന്ന ഭരതന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്നതിനായി
അവന്റെ കൽപ്പന പ്രകാരം നീയും ഞങ്ങളോടൊപ്പം പോന്നതാണ്. രാമന് എന്തെങ്കിലും നാശം സംഭവിച്ചാൽ രഹസ്യമായി എന്നെയും കൊണ്ട് ഭരതന്റെ അടുക്കിലേക്ക് പോകാമെന്ന് നീ വിചാരിക്കുന്നു, തീർച്ച. എന്നാൽ എന്തൊക്കെയായാലും നിനക്ക് എന്നെ ഒരു കാലത്തും ലഭിക്കില്ല. ഇപ്പോൾ തന്നെ ഞാൻ പ്രാണത്യാഗം ചെയ്യുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. മനസ്സിൽ ജ്യേഷ്ഠന്റെ ഭാര്യയെ അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന നിന്നെ സ്വന്തം സഹോദരനായിട്ട് ശ്രീരാമൻ കരുതിയത് നിന്റെ ഉള്ളിലിരിപ്പ് അവിടുന്ന് അറിഞ്ഞില്ല. രാമനെ അല്ലാതെ മറ്റൊരു പുരുഷനെയും ഞാൻ ശ്രീരാമന്റെ പാദങ്ങളെ തൊട്ട് സത്യം ചെയ്യുന്നു, തൊടുക പോലുമില്ല. കേൾക്കാൻ പാടില്ലാത്ത ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ 2 ചെവികളും വേഗത്തിൽ കൈകൾ കൊണ്ട് പൊത്തിപ്പിടിച്ച് ദേവിയോട് പറഞ്ഞു, നിനക്ക് വലിയ നാശം അടുത്തിരിക്കുന്നു. എനിക്ക് ആലോചിച്ച് നോക്കുമ്പോൾ അത് തടയാൻ സാധിക്കുന്നതുമല്ല. കോപശാലിയായ സ്ത്രീയെ, അങ്ങേക്ക് എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയല്ലോ. സ്ത്രീകൾക്കെല്ലാം തികച്ചും ക്രൂരമായ മനസ്സാണ്. കഷ്ടം തന്നെ. ഹേ വനദേവതമാരെ, അവിടുന്ന് ഈ സൂര്യവംശനാഥന്റെ പത്നിയെ നല്ലതുപോലെ കാത്തു രക്ഷിച്ചു കൊള്ളണേ. ദേവിയെ വനദേവതമാരുടെ കയ്യിൽ ഏൽപ്പിച്ചതിനു ശേഷം ദുഃഖത്തോടെ പതുക്കെ ജ്യേഷ്ഠനായ ശ്രീരാമനെ കാണുന്നതിനായി ലക്ഷ്മണൻ പോയി. ലക്ഷ്മണൻ പോയ ആ അവസരം കണ്ടു മനസ്സിലാക്കി കാമാന്ധനായ രാവണൻ ആ വനപ്രദേശത്ത് വന്നെത്തി. തലയിൽ ജടയും ശരീരത്തിൽ മരവുരിയും ധരിച്ച ഒരു സന്യാസിയുടെ വേഷം പൂണ്ടാണ് രാവണൻ വന്നത്. 10 തലയുള്ള രാവണൻ ആശ്രമമുറ്റത്ത് വന്നു നിന്നു. സന്യാസിയുടെ വേഷമണിഞ്ഞ രാക്ഷസ രാജാവിനെ കണ്ട് ആ നിമിഷം തന്നെ മായാസീതാദേവി വിനയത്തോടെ നമസ്കരിച്ച് ഭക്തിയോടെ പൂജിച്ച ഫലങ്ങളും കിഴങ്ങുകളും നൽകാമെന്ന് സ്വാഗത വചസ്സുകൾ അരുളി ചെയ്ത് വീണ്ടും ഇപ്രകാരം പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഫലമൂലാദികൾ ഭക്ഷിച്ച് അല്പസമയം ഇവിടെ വിശ്രമിച്ചാലും ഹേ തപോധന. എന്റെ ഭർത്താവ് ഇപ്പോൾ വരും. അദ്ദേഹം അങ്ങേക്ക് വേണ്ടുന്ന ആതിഥ്യമെല്ലാം നൽകും. വിശപ്പും ദാഹവും ഒക്കെ മാറ്റി അവിടുന്ന് വിശ്രമിച്ചാലും. മായാസീതയുടെ മധുരവും മനോഹരമായ ആ വാക്കുകളും കേട്ട് സന്യാസിയുടെ രൂപത്തിലുള്ള രാവണൻ ആദരവോടെ ഇപ്രകാരം ചോദിച്ചു, താമരക്കണ്ണി, മനോഹരമായ ശരീരത്തോടു കൂടിയവളെ, നീ ആരാണ്? പരിശുദ്ധയായ സ്ത്രീയെ, നിന്റെ ഭർത്താവ് ആരാണെന്ന് പറയൂ. ഭയങ്കരന്മാരായ രാക്ഷസന്മാരും മറ്റുമുള്ള ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞ ഈ വനപ്രദേശത്ത് സ്ത്രീരത്നമായ നീ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? നിനക്ക് സഹായത്തിന് ആയുധധാരികളായ ആരുമില്ലല്ലോ. നിന്റെ കാര്യങ്ങളെല്ലാം സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ എന്നെക്കുറിച്ചുള്ള സത്യവും പറയാം. ഭൂമിപുത്രിയായ സീതാദേവി അത് കേട്ട് ഇപ്രകാരം പറഞ്ഞു, രാജാക്കന്മാരിൽ മുൻപനും അയോധ്യാധിപനുമായ നിഷ്കളങ്കനായ ദശരഥ മഹാരാജാവിന്റെ മൂത്ത പുത്രനും രഘുവംശ ശ്രേഷ്ഠനുമായ ശ്രീരാമന്റെ ധർമ്മപത്നിയും ജനകരാജാവിന്റെ പുത്രിയുമാണ് ഞാൻ. അദ്ദേഹത്തിന്റെ പുണ്യവാനായ അനുജന്റെ പേര് ലക്ഷ്മണൻ എന്നാണ്. ഞങ്ങൾ 3 പേരും പിതാവിന്റെ കൽപ്പനയാൽ തപസ്സിനായി ഈ ദണ്ഡകാരണ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. 14 വർഷം കഴിയുന്നതുവരെ ഇവിടെ വസിക്കണം. ആ സമയത്തിനായാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത് എന്ന് സത്യമായി അറിഞ്ഞാലും. എന്നാൽ അവിടത്തെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ല. ഏത് കാര്യത്തിനായി ഇങ്ങോട്ടേക്ക് എഴുന്നള്ളി എന്ന് സത്യമായി പറഞ്ഞാലും. എങ്കിൽ നീ കേട്ടുകൊള്ളൂ, മംഗളസ്വരൂപിണിയായ പെണ്ണെ, താമരക്കണ്ണി, കാമദേവന്റെ വസതിയായവളെ. പുലസ്ത്യാന്റെ പുത്രനായ രാക്ഷസ രാജാവായ രാവണനാണ് ഞാൻ. ഈ 3 ലോകത്തിലും എന്നെ അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ? വിശുദ്ധയായ സ്ത്രീയെ, നിന്നെ കണ്ട് ഞാൻ കാമാതുരനായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് നീ എൻ്റെ കൂടെ ലങ്കയിലേക്ക് പോന്നോളൂ. മറ്റൊരു രാജ്യത്തെക്കാളും മനോഹരമാണ് ഭരിക്കാൻ ലങ്കാരാജ്യം. ലോകസുന്ദരി, ഹേ ദേവി, ഞാൻ നിന്റെ വേലക്കാരൻ ആയി മാറിയിരിക്കുന്നു. തപസ് ചെയ്യുന്ന വേഷം പൂണ്ട രാമനെ കൊണ്ട് നിനക്ക് എന്ത് ഫലമാണുള്ളത്? മനസ്സിൽ സങ്കടം സഹിച്ചുകൊണ്ട് ഇനി കാട്ടിൽ ഇപ്രകാരം ജീവിക്കേണ്ടതില്ല. നിന്റെ ശരണം
പ്രാപിച്ച് എന്നെ നീ സ്വീകരിച്ചാലും. മനോഹരമായ അധരങ്ങളുള്ളവളെ, വലിയ രാജഭോഗങ്ങൾ അനുഭവിച്ചു വാണാലും. രാവണന്റെ ഈ വാക്കുകൾ കേട്ട് വലിയ ഭയത്തോടും ഭയത്താൽ മുഖത്തിന്റെ നിറം മങ്ങിപ്പോയ ജാനകീദേവി പതുക്കെ ഇപ്രകാരം പറഞ്ഞു: നിനക്കിപ്പോൾ മരണം വളരെ അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ശ്രീരാമദേവനാൽ നിന്റെ നാശം ഇപ്പോൾ സംഭവിക്കും. കാരണം നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു. അനിയനായ ലക്ഷ്മണനോടൊപ്പം വളരെ വേഗത്തിൽ ഇപ്പോൾ വന്നെത്തും. ഭൂമിപതിയും എൻ്റെ ഭർത്താവുമായ ശ്രീരാമചന്ദ്രൻ. ഒരു മുയലിന് സിംഹത്തിന്റെ പെണ്ണിനെ തൊടാൻ സാധിക്കുമോ? ദുഷ്ടമനസ്സുള്ളവനെ, ഇത്തരത്തിലുള്ള കഷ്ടമായ വാക്കുകൾ കൊണ്ട് എന്നോട് പറയരുത്. ശ്രീരാമന്റെ അമ്പുകളേറ്റ് നിന്റെ നെഞ്ചു പിളർന്ന് നീ നിലത്ത് വീഴാനുള്ള കാരണം തന്നെയാണ് നിന്റെ ഈ വാക്കുകൾ തീർച്ച. സീതയുടെ ഈ വാക്കുകൾ കേട്ട് രാവണൻ വളരെ കഠിനമായ കോപം വന്ന് ആ നിമിഷം നിയന്ത്രണം നഷ്ടപ്പെട്ടവനായി മാറി. തന്റെ യഥാർത്ഥ രാക്ഷസരൂപം വെളിപ്പെടുത്തി വലിയ പർവ്വതത്തോട് ഉപമിക്കാവുന്ന 10 തലകളും 20 വലിയ കൈകളുമുള്ള രൂപം, കൺമഷി പർവ്വതം പോലെയുള്ള ആ രൂപം കണ്ടപ്പോൾ തന്നെ മനസ്സിൽ വനദേവതമാർ പോലും വളരെ ഭയന്നുപോയി. ശ്രീരാമപത്നിയായ സീതയെ തേരിലെടുത്തു വെച്ച് 10 തലയുള്ള രാവണൻ ആകാശമാർഗത്തിൽ വേഗത്തിൽ യാത്രയായി. ഹഹ രാഘവ, രാമ, ലക്ഷ്മണ, കരുണക്കടലേ, ഹഹ എൻ്റെ പ്രാണനാഥ, ഭയന്നു വിറയ്ക്കുന്ന എന്നെ രക്ഷിക്കണേ. ഇത്തരത്തിലുള്ള സീതാദേവിയുടെ നിലവിളി കേട്ട് പക്ഷിശ്രേഷ്ഠനും വേഗത്തിൽ ഉയർന്ന ജടായു അവിടെ എത്തി. നിൽക്കൂ നിൽക്കൂ, എൻ്റെ മുന്നിൽ എൻ്റെ പ്രഭുവിന്റെ പത്നിയും അപഹരിച്ചുകൊണ്ട് നീ എങ്ങോട്ടാണ് പോകുന്നത് മൂഢനായ ദുഷ്ട? യാഗശാലയിൽ കയറി ഒരു പട്ടി മന്ത്രവിധി പ്രകാരം ശുദ്ധമാക്കി വെച്ച യാഗാഹാനം, അതായത് ഹഫിസ്, അപഹരിച്ചു കൊണ്ടുപോകുന്നത് പോലെയല്ലേ ഇത്? വഴിയുടെ നടുവിൽ വെച്ച് വളരെ അഹങ്കാരത്തോടെ നിൽക്കുന്ന രാവണനോട് ചിറകുകളുള്ള വലിയൊരു പർവ്വതത്തെ പോലെ കഠിനമായ ശത്രുതയോടെ അങ്ങേയറ്റം കോപിച്ച് മുന്നിൽ ചെന്ന് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ജടായുവിന്റെ ചിറകടി കൊണ്ടുള്ള കാറ്റിൽ സമുദ്രം ഇളകിമറിഞ്ഞു. ആ സമയം കൊണ്ട് പർവ്വതങ്ങൾ പോലും വിറച്ചുപോയി. ജടായു തന്റെ കാൽനഖങ്ങൾ കൊണ്ട് രാവണന്റെ വില്ലുകൾ പൊടിയാക്കി തകർത്തു. രാവണന്റെ തലകളും കീറിമുറിച്ച് അവനെ തളർത്തി. മൂർച്ചയേറിയ ചുണ്ടിന്റെ അറ്റം കൊണ്ട് രാവണന്റെ തേര് തകർത്തു കളഞ്ഞു. അരനിമിഷം കൊണ്ട് തേരിൽ പൂട്ടിയ കുതിരകളെ കൊന്നൊടുക്കി. ജടായുവിന്റെ ചിറകുകളുടെ അതിരൂക്ഷമായ അടിയേറ്റ് രാക്ഷസ രാജാവായ രാവണൻ ബോധം കെട്ട് ചത്തതുപോലെ വീണു. എന്റെ യാത്രയും മുടങ്ങി, എന്റെ കീർത്തിയും നശിച്ചല്ലോ എന്ന് അതീവ ദുഃഖത്തോടെയും കോപത്തോടെയും ആ രാക്ഷസ രാജാവ് അപ്പോൾ സീതാദേവി അവിടെ നിലത്തു നിർത്തിയിട്ട് തന്റെ കൈവശമുള്ള ചന്ദ്രഹാസം എന്ന വാളൂരി വളരെ പെട്ടെന്ന് പക്ഷിശ്രേഷ്ഠനായ ജടായുവിന്റെ ചിറകുകൾ അരിഞ്ഞു മാറ്റി. ചിറകറ്റ ജടായു നിസ്സഹായനായി നിലത്തു വീണു. രാക്ഷസ രാജാവായ രാവണൻ പിന്നീട് ലക്ഷ്മി ഭഗവതിയായ സീതാദേവിയെയും കൊണ്ട് മനസ്സിലൊരു ഭയവുമില്ലാതെ തെക്കുദിക്കിലേക്ക് വേറൊരു തേരിൽ കയറി വേഗത്തിൽ യാത്രയായി. എന്നെ രക്ഷിക്കാൻ ഇനി വേറെ ആരുമില്ലല്ലോ എന്ന് ചിന്തിച്ച് തുള്ളി തുള്ളിയായി വീഴുന്ന കണ്ണീരോടെ ആ സമയത്ത് കറുത്ത മനോഹരമായ മുടിയുള്ള ജാനകീദേവി പ്രാർത്ഥിച്ചു: എൻ്റെ ഭർത്താവായ ശ്രീരാമനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷമല്ലാതെ ഹേ പക്ഷിശ്രേഷ്ഠ, നിന്റെ ജീവൻ പോകരുതേ എന്ന് വിശുദ്ധയായ ഭൂമിപുത്രി ജടായുവിന് വരം നൽകിയിട്ട് ഭൂമിയിൽ നിന്ന് ഉയർന്ന് ആകാശമാർഗത്തിൽ രാവണന്റെ തേരിലേറിപ്പോയി. അയ്യോ ശ്രീരാമ, ലോകനാഥ, ദയാനിധേ, എൻ്റെ ഭർത്താവേ നാഥ, അങ്ങ് എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണ്? രാക്ഷസ രാജാവ് എന്നെ അപഹരിച്ചു കൊണ്ടുപോകുന്നു. അയ്യോ പാവം, എന്നെ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ലേ? ലക്ഷ്മണ, നിന്നോട് ഞാൻ ക്രൂരമായ വാക്കുകൾ പറഞ്ഞില്ലേ? മൈഥുന, കരുണാനിധേ, എന്നെ വന്നു രക്ഷിക്കണമേ. ശ്രീരാമ, ആത്മരാജ, ആത്മാരാമ, പ്രപഞ്ചത്തിൽ ആനന്ദം നൽകുന്നവനെ, ഈ സമയത്ത് എൻ്റെ അമ്മയായ ഭൂമിദേവിയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു.
എന്റെ പ്രാണനാഥ ജഗത്പദേ, എന്നെ രക്ഷിക്കണമേ. ഈ രാക്ഷസ രാജാവ് എന്നെ കൊന്നു തിന്നുന്നതിനു മുൻപ് വളരെ വേഗം വന്ന് എന്നെ കാത്തു രക്ഷിക്കണമേ. സത്യസന്ധമായ മനസ്സുള്ളവനെ, ശക്തിയുടെ കടലായ ഭഗവാനെ, എന്റെ നാഥ. സീത ഇപ്രകാരം വിലപിക്കുന്ന നേരം വേഗത്തിൽ ശ്രീരാമൻ അവിടെ എത്തിച്ചേരുമെന്ന് ഭയത്താൽ ആ രാവണൻ മനസ്സിന്റെ വേഗത്തിൽ യാത്ര ചെയ്തു. ഭൂമിപുത്രിയായ സീത താഴേക്ക് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പർവ്വത മുകളിൽ 5 വാനരന്മാർ ഇരിക്കുന്നത് കണ്ടു. ദേവി വളരെ വേഗത്തിൽ തന്റെ ആഭരണങ്ങൾ അഴിച്ചെടുത്ത് തന്റെ മേൽമുണ്ടിൽ നിന്ന് ഒരു പകുതി കീറിയെടുത്ത് അതിൽ കെട്ടി ശ്രീരാമദേവന് ഇത് കാണാൻ ഇടവരട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് താഴേക്ക്, അതായത് വാനരന്മാരുടെ അടുക്കലേക്ക് എറിഞ്ഞുകൊടുത്തു. അഹങ്കാരം കൊണ്ട് അന്ധനായ ആ രാക്ഷസൻ ആ സമയം അത് അറിഞ്ഞതുമില്ല. കടൽ കടന്ന് തന്റെ നഗരമായ ലങ്കയിൽ വേഗത്തിൽ എത്തിച്ചേർന്നു. അന്തഃപുരത്തിൽ നടുവിലുള്ള അശോകവനത്തിൽ പരിശുദ്ധമായ മണ്ണിൽ വലിയൊരു ശിംശബ ഇരുപൂൾ വൃക്ഷത്തിന്റെ ചുവട്ടിൽ തന്റെ വിശ്വസ്തരായ രാക്ഷസ സ്ത്രീകളെ, സീതയെ എപ്പോഴും കാത്തു സൂക്ഷിക്കണമെന്ന് ചുമതലപ്പെടുത്തിയിട്ട് രാവണൻ തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. സ്ത്രീകളിൽ ഉത്തമയായ സീതാദേവി പവിത്രമായ പതിവ്രതാധർമ്മം പാലിച്ചുകൊണ്ട് ആ സമയമത്രയും അവിടെ വസിച്ചു. വസ്ത്രങ്ങളും മുടിയുമെല്ലാം വളരെ അഴുക്കു പിടിച്ചതായി മാറി. തലകുനിച്ച് അതീവ ദുഃഖിതയായ മനസ്സോടെ രാമ രാമ എന്ന് ജപിച്ച് ധ്യാനിച്ചുമുള്ള നിഷ്ഠയോടെ വസിച്ചു. ആ രാക്ഷസ സ്ത്രീകളുടെ നടുവിൽ മഞ്ഞും തണുപ്പും വെയിലും കാറ്റും ഏൽക്കുന്ന കഷ്ടപ്പാടുകൾ സഹിച്ചും പകലില്ലാതെ ആഹാരമൊന്നും കഴിക്കാതെയും മനസ്സിൽ കഠിനമായ സങ്കടത്തോടെ ലങ്കയിൽ വസിച്ചു കഷ്ടം മനുഷ്യജന്മം എടുത്താൽ ദുഃഖവും സങ്കടവും അനുഭവിക്കാത്തവരായി ആരുണ്ട്? മായാമൃഗത്തിന്റെ വേഷം കെട്ടിവന്ന ആ ആഗ്രഹിക്കുന്ന രൂപമെടുക്കുന്ന മാരീചനെ അമ്പെയ്തു കൊന്ന് വീണ്ടും ആശ്രമത്തിലേക്ക് ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്ന് സ്നേഹത്തിന്റെ സ്വരൂപമായ ശ്രീരാമദേവൻ 4-5 അമ്പെയ്യുന്നത്ര ദൂരം മുന്നോട്ട് നടന്നപ്പോൾ അനിയനായ ലക്ഷ്മണൻ വരുന്നത് ദൂരം നിന്ന് തന്നെ കണ്ടു. ലക്ഷ്മണൻ വരുന്നത് കണ്ട ശ്രീരാമൻ തന്റെ മനസ്സിൽ കാര്യം ആലോചിച്ച് അടുത്തതായി ചെയ്യേണ്ടത് എന്താണെന്ന് ഉറപ്പിച്ചു. ലക്ഷ്മണൻ യഥാർത്ഥ സത്യം ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ സമയത്ത് ഇവനെയും കൂടെ കാര്യങ്ങൾ അറിയിക്കാതെ വഞ്ചിക്കുകയേ നിവർത്തിയുള്ളൂ. രാക്ഷസ രാജാവ് അപഹരിച്ചു കൊണ്ടുപോയത് സീതയെയാണ്. സാക്ഷാൽ ലക്ഷ്മി ദേവിയെ മറ്റാർക്കെങ്കിലും തൊടാനോ ലഭിക്കുവാനോ സാധിക്കില്ല. അഗ്നിദേവന്റെ കയ്യിൽ സുരക്ഷിതയായി കഴിയുന്ന സീതയുടെ കാര്യം ലക്ഷ്മണൻ അറിഞ്ഞു പോയാൽ ഈ രാവണവധം എന്ന കാര്യം നടക്കാതെ വരും. അതുകൊണ്ട് ഞാനും ഒരു സാധാരണക്കാരനായി മനുഷ്യനെ പോലെ ദുഃഖിച്ച് അഭിനയിക്കാം. കറുത്ത മനോഹര കണ്ണുകളുള്ള സീതയെ അന്വേഷിച്ച് വേഗത്തിൽ ലങ്കയിലേക്ക് ചെല്ലാമല്ലോ. ഇപ്രകാരം രാക്ഷസ രാജാവായ രാവണന്റെ രാജ്യത്തിൽ ചെന്നാൽ അവന്റെ കുലത്തോടും കൂട്ടത്തോടെയും രാവണനെ കൊന്നൊടുക്കിയാൽ അഗ്നിമണ്ഡലത്തിൽ സുരക്ഷിതമായി ജീവിക്കുന്ന യഥാർത്ഥ സീതയെ സ്തുതിയുടെ വ്യാജേന അഗ്നിപരീക്ഷയിലൂടെ സ്വീകരിച്ച് അയോധ്യയിലേക്ക് തിരികെ കൊണ്ടുപോരാം. അതിനുശേഷം വൈകാതെ നശിക്കാത്ത ധർമ്മത്തോടെ രാജ്യത്തെ വിധി പോലെ പരിപാലിച്ചുകൊണ്ട് കുറച്ചുകാലം ഭൂമിയിൽ വസിക്കാം. താമരയിൽ ജനിച്ച ബ്രഹ്മാവ് നിത്യവും പ്രാർത്ഥിച്ച കാരണത്താലാണ് സൂര്യവംശത്തിൽ ഞാൻ ഒരു മനുഷ്യനായി ജന്മമെടുത്തതും മായാമനുഷ്യനായി എൻ്റെ ഈ ചരിത്രവും എൻ്റെ മായാലീലകളും കേൾക്കുകയും പറയുകയും ഭക്തിമാർഗത്തിലൂടെ ചെയ്യുന്ന ഭക്തന് യാതൊരു പ്രയാസവുമില്ലാതെ മോക്ഷവും ലഭിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ലക്ഷ്മണനെയും വിവരം അറിയിക്കാതെ വഞ്ചിച്ച് ഞാൻ ദുഃഖിക്കാം. ഒരു സാധാരണ മനുഷ്യനെ പോലെ എന്ന മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ശ്രീരാമൻ അനുജനായ ലക്ഷ്മണനോട് ഇപ്രകാരം ചോദിച്ചു: പർണശാലയിൽ സീതയ്ക്ക് ആരെങ്കിലും കൂട്ടിനുണ്ടോ? എന്തിനാണ് നീ ഇങ്ങോട്ട് പോകുന്നത്? ജാനകിയെ ഒറ്റയ്ക്കാക്കിയിട്ട് ഉപേക്ഷിച്ചു പോന്നത് എന്തിനാണ്? രാക്ഷസന്മാർ അവളെയും അപഹരിച്ചു കൊണ്ടുപോവുകയോ കൊന്നു തിന്നു കളയുകയോ ചെയ്തു കാണില്ലേ? രാക്ഷസന്മാർ ദുഷ്ടന്മാർക്കും ചെയ്യാൻ കഴിയാത്തതായി എന്തുണ്ട്?
ജ്യേഷ്ഠന്റെ ആ വാക്കുകൾ കേട്ട് ലക്ഷ്മണനും മുന്നിൽ നിന്ന് ഉടൻ തന്നെ തൊഴുതുകൊണ്ട് അതീവ വിവശനായി. ഇടറിയ ശബ്ദത്തിൽ ദേവിയായ സീതയുടെ കേൾക്കാൻ കഴിയാത്ത കഠിനവാക്കുകളെ കുറിച്ച് കണ്ണീർ വാർത്തുകൊണ്ട് പറഞ്ഞു: അയ്യോ ലക്ഷ്മണ, സൗമിത്രേ, വേഗത്തിൽ എന്നെ രക്ഷിക്കൂ. അയ്യോ, ഒരു രാക്ഷസൻ ഇപ്പോൾ എന്നെ കൊല്ലാൻ വരുന്നു എന്നിങ്ങനെ ആ രാക്ഷസന്റെ നിലവിളികൾ കേട്ട്, അതായത് മാരീചന്റെ നിലവിളികൾ കേട്ട് സീതാദേവി അത് അങ്ങയുടെ ശബ്ദമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് കഠിനമായ സങ്കടത്തോടെയും വിലപിക്കുകയും വേഗത്തിൽ ചെന്ന അർത്ഥത്തോട് രക്ഷിക്കുകയും എന്ന് എന്നോട് കൽപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയൊരു ശബ്ദം എൻ്റെ ജ്യേഷ്ഠന് ഉണ്ടാവില്ല. മനസ്സിൽ വെറുതെ പേടിക്കേണ്ടതുമില്ല. ഇതാണ് സത്യം എന്ന് മനസ്സിലാക്കിയാലും ഇത് തീർച്ചയായും രാക്ഷസന്റെ മായാ ശബ്ദമാണ്. കുറച്ചു സമയം ക്ഷമിക്കൂ എന്ന് ഞാൻ പലതവണ ദേവിയോട് പറഞ്ഞു. എന്നാൽ അത് കേട്ട് ദേവി വീണ്ടും ചില കാര്യങ്ങൾ പറഞ്ഞു. എന്നോട് പറഞ്ഞ ആ പലതരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ അങ്ങയുടെ മുന്നിൽ നിൽക്കുമ്പോൾ തുറന്നു പറയുവാൻ എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. കഠിനമായ ദുഃഖത്തോടെയും ഞാൻ രണ്ട് ചെവികളും പൊത്തിപ്പിടിച്ച് ചിന്തിച്ച് ദേവിയുടെ സംരക്ഷണത്തിനായി ദേവന്മാരോട് പ്രാർത്ഥിച്ചു. അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിക്കുവാനായി ഞാൻ അവിടെ നിന്നും പുറപ്പെട്ടു പോന്നു. എങ്കിലും ലക്ഷ്മണ, നീ അവിടെ നിന്നും പോന്നത് വലിയ തെറ്റായിപ്പോയി. മോശമായ വാക്കുകൾ കേട്ടാൽ മനസ്സിൽ ഇത്രയധികം ഭയം ഉണ്ടാവുമോ? സ്ത്രീകളുടെ വാക്കുകൾ കേട്ട് അത് സത്യമാണെന്ന് വിചാരിക്കുന്നവന് ദോഷമേ ഉണ്ടാകൂ എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? രാക്ഷസ കൂട്ടങ്ങൾ അവളെ അപഹരിച്ചു കൊണ്ടുപോവുകയോ കൊന്നു തിന്നുകയോ ചെയ്തോ എന്ന് എനിക്കറിയില്ലല്ലോ. ഇപ്രകാരം ചിന്തിച്ച് വേഗത്തിൽ ആശ്രമമുറ്റത്ത് ചെന്ന് എവിടെയും കാണാതെ ശ്രീരാമൻ കഠിനമായി ആകുലപ്പെട്ടു. അതീവ ദുഃഖത്തോടെ ഇപ്രകാരം വിലപിക്കുവാൻ തുടങ്ങി: നിഷ്കളങ്കനും ഗുണങ്ങളും അതീതനും പരമാത്മാ രൂപനുമായ രാമൻ ഇപ്രകാരം വിലപിച്ചു: ഹാ ഹാ, എൻ്റെ പ്രാണപ്രിയ സീതേ, ഹേ മൈഥിലി, എൻ്റെ നാഥേ, ജാനകി ദേവി, എൻ്റെ പ്രാണേശ്വരി, എന്നെ പറ്റിക്കാനായി നീ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ? പുണ്യവതിയായ ദേവി വൈകാതെ എൻ്റെ മുന്നിലേക്ക് ഇറങ്ങി വന്നാലും. സങ്കടത്തോടെ അന്വേഷിച്ചിട്ടും കാണാതെ തളർന്നുപോയി. വനദേവതമാരെ നിങ്ങൾ ആരെങ്കിലും കണ്ടുവോ? താമരക്കണ്ണിയായി എൻ്റെ സീതയെ സത്യം പറയൂ. മൃഗക്കൂട്ടങ്ങളെ നിങ്ങൾ ആരെങ്കിലും കണ്ടുവോ? മനസ്സിന്റെ കണ്ണുകളുള്ള ജനകരാജാവിന്റെ പുത്രിയെ, പക്ഷി സമൂഹങ്ങളെ നിങ്ങൾ ആരെങ്കിലും കണ്ടുവോ? താമരയിതൾ പോലുള്ള കണ്ണുകളുള്ള എൻ്റെ സീതയെ സത്യം പറയൂ. വൃക്ഷകൂട്ടങ്ങളെ എനിക്ക് സത്യം പറഞ്ഞു തരൂ. പൂവമ്പന്റെ കണ്ണുകളുള്ള എൻ്റെ പ്രിയതമയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുവോ? ഇപ്രകാരം ഓരോന്ന് പറഞ്ഞ് വളരെ സങ്കടപ്പെട്ട് പെട്ടെന്ന് വേഗത്തിൽ തിരിച്ചറിഞ്ഞിട്ടും എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. എല്ലാം കാണുന്നവനും സർവേശ്വരനും സർവജ്ഞനും സർവന്ത്രനും സർവാത്മാവും എല്ലാത്തിനും കാരണക്കാരനും അവിനാശിയുമായ പൂർണ്ണനുമായ പരിശുദ്ധനും രൂപമില്ലാത്തവനും അഹങ്കാരമില്ലാത്തവനും നിത്യനുമായ ജ്ഞാനസ്വരൂപനും ആനന്ദമൂർത്തിയും ജഗന്മയനുമായ ഭഗവാൻ മായയാൽ സാധാരണ മനുഷ്യനെ പോലെ ദുഃഖിച്ചു മർത്യവേഷം പൂണ്ട ഭഗവാൻ മൂഢന്മാരായ മനുഷ്യർക്ക് മാതൃക കാണിക്കാനായി ഇപ്രകാരം ചെയ്തു. സത്യം തിരിച്ചറിഞ്ഞ ജ്ഞാനികൾക്ക് സുഖത്തിലും ദുഃഖത്തിലും യാതൊരു വ്യത്യാസവും മനസ്സിൽ തോന്നും പോലുമില്ല. കാരണം അവർക്ക് അജ്ഞാനമില്ല. ശ്രീരാമദേവൻ ഇപ്രകാരം സീതയെ തിരിഞ്ഞു നടക്കുമ്പോൾ തകർന്നുപോയ തേരിന്റെ ഭാഗങ്ങൾ വീണുകിടക്കുന്ന വലിയ കാട്ടിൽ ആയുധങ്ങളും വില്ലുകളും എല്ലാം ചിതറിക്കിടക്കുന്ന ഭാഗത്ത് വഴിയരികിലായി അല്പം മുന്നിലായി അവർ കാണാൻ ഇടയായി. ആ സമയത്ത് ശ്രീരാമൻ ലക്ഷ്മണനോട് ഇപ്രകാരം അരുളി ചെയ്തു: സൗമിത്രേ, തകർന്നു പോയ ഈ രഥം നീ കാണുന്നുണ്ടോ? മനോഹരമായ ശരീരത്തോടു കൂടിയ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ വേറൊരു രാക്ഷസൻ അവനോട് യുദ്ധം ചെയ്തിരിക്കണം.
അപ്പോൾ തകർന്നു വീണ രഥത്തിന്റെ ഭാഗങ്ങളാണ് ഈ കിടക്കുന്നത്. അതോ ഇനി അവർ സീതയെ കൊന്നു തിന്നുകയോ ചെയ്തത്? ശ്രീരാമൻ ഇപ്രകാരം പറഞ്ഞത് കേട്ട് അല്പം മുന്നോട്ട് നടക്കുമ്പോൾ ഭയങ്കരവും ഭയം ജനിപ്പിക്കുന്നതുമായ ഒരു വലിയ രൂപം അവർ കണ്ടു. ജാനകിയെ തിന്ന് വിശപ്പുമാറിയ ഒരു രാക്ഷസൻ അവിടെ കിടക്കുന്നത് നീ കണ്ടില്ലേ? ഇവനെ കൊല്ലുന്നതിനായി അമ്പും വില്ലും എനിക്ക് വേണം, വേഗം തന്നാലും എന്ന് രാമൻ പറഞ്ഞത് കേട്ട നേരം പക്ഷിശ്രേഷ്ഠനായ ജടായു ഭയന്ന മനസ്സോടെ ഇപ്രകാരം പറഞ്ഞു: ഞാൻ അങ്ങയാൽ കൊല്ലപ്പെടേണ്ടവനല്ല, അങ്ങയുടെ ഭക്തനായ ദാസനാണ്. പ്രത്യേകിച്ച് അങ്ങയുടെ പിതാവായ ദശരഥന്റെ വലിയ സുഹൃത്തുമാണ്. അങ്ങയോട് സ്നേഹമുള്ള ജടായു എന്ന പക്ഷിയാണ് ഞാൻ. ദുഷ്ടനായ രാവണൻ അങ്ങയുടെ പത്നിയായ സീതയെ അപഹരിച്ച് ആകാശമാർഗത്തിൽ കൊണ്ടുപോകുന്നത് അറിഞ്ഞ് ഞാൻ വേഗത്തിൽ ചെന്നു തടഞ്ഞ് അവനുമായി യുദ്ധം ചെയ്തു. അവന്റെ രഥം തകർക്കുകയും വില്ല് പൊട്ടിക്കുകയും ചെയ്തപ്പോൾ അവൻ എൻ്റെ ചന്ദ്രഹാസം എന്ന വാളുമായി എൻ്റെ ചിറകുകൾ വെട്ടിമാറ്റി. കഠിനമായ വേദനയോടെ ഞാൻ നിലത്തു വീഴുകയും ചെയ്തു. അവിടുത്തെ കണ്ടം വന്ദിച്ചതിനു ശേഷമല്ലാതെ മരിക്കരുതെന്ന് ലക്ഷ്മി ദേവിയായ സീതയോട് ഞാൻ വരം വാങ്ങിയിരുന്നു. കരുണാനിധേ ഭഗവാനെ, എന്നെ കനിവോടെ നോക്കേണമേ. അങ്ങയുടെ പവിത്രമായ പാദങ്ങൾ എൻ്റെ മനസ്സിൽ എപ്പോഴും വസിക്കുകയും വേണം. ജടായുവിന്റെ ഈ വാക്കുകൾ കേട്ട് ഭഗവാനായ ശ്രീരാമൻ മനസ്സിൽ അത്യധികം ദയ തോന്നി അവന്റെ അടുത്തു നിന്നും തൃക്കൈകൾ കൊണ്ട് ജടായുവിന്റെ ശരീരം തലോടി. കണ്ണിൽ ദുഃഖ കണ്ണീർ നിറച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു: അയ്യോ, എൻ്റെ പ്രിയതമയായ സീതയുടെ വിവരങ്ങൾ നീ പറയൂ, വിവരങ്ങളെല്ലാം പറയൂ എന്ന് കേട്ടപ്പോൾ ജടായു പറഞ്ഞു: രാക്ഷസ രാജാവായ രാവണൻ സീതാദേവിയെ തെക്കുദിക്കിലേക്ക് അപഹരിച്ചു കൊണ്ടുപോയി എന്ന് മനസ്സിലാക്കിയാലും മരണവേദന കാരണം ഇനി കൂടുതൽ കാര്യങ്ങൾ പറയാൻ എനിക്ക് ശക്തിയില്ല. എനിക്ക് മോക്ഷമുണ്ടാകുന്നതിനായി അങ്ങ് അനുഗ്രഹിക്കണം. അവിടുത്തെ നേരിട്ട് കണ്ടതുകൊണ്ട് ഇരിക്കെ തന്നെ സംസ്കൃതിയുടെ ബന്ധങ്ങളൊക്കെ വേറിട്ട് മരിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചത് അങ്ങയുടെ കരുണയ്ക്ക് പാത്രമായത് കൊണ്ടാണ്. പുണ്യസ്വരൂപനായ ഭഗവാനെ, പുരുഷോത്തമ കരുണക്കടലെ, അവിടുന്ന് സാക്ഷാൽ സർവവ്യാപിയായ ശ്രീ മഹാവിഷ്ണുവും പരമാത്മാവുമാണ്. മായയാൽ മനുഷ്യരൂപം പൂണ്ട ഭഗവാനെ, അങ്ങ് എപ്പോഴും എൻ്റെ മനസ്സിൽ ഉള്ളിൽ വസിക്കണമേ. മേഘ ശ്യാമവർണ്ണനും മനോഹരമായ അങ്ങയുടെ ദിവ്യരൂപം എൻ്റെ അവസാന നിമിഷത്തിൽ ഇതുപോലെ കാണാൻ സാധിച്ചതുകൊണ്ട് എൻ്റെ ഭൗതിക ബന്ധങ്ങളെല്ലാം അറ്റ് ഞാൻ തീർച്ചയായും മോക്ഷം ലഭിച്ചവനായി മാറും. ബന്ധുവിനെ പോലെയും ദാസനെ പോലെയും കഴിയുന്ന എന്നെ ചെമ്പരത്തിപ്പൂവിനോട് സമമായിട്ട് ചുവന്ന അങ്ങയുടെ തൃക്കൈകൾ കൊണ്ട് ഹേ ഭക്തവത്സല, ഒന്ന് മെല്ലെ തൊട്ട് അനുഗ്രഹിച്ചാലും എന്ന് എനിക്ക് അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ലയിക്കുവാനും സാധിക്കുമല്ലോ. ലക്ഷ്മിപതിയെ ശ്രീരാമൻ അത് കേട്ട് ഉടൻ തന്നെ ജടായുവിനെ തലോടി. അവന് പൂർണ്ണമായി ആത്മാനന്ദം ലഭിക്കത്തക്ക വിധം തലോടി അരുളി. ആ സമയത്ത് ജടായു തന്റെ പ്രാണനെ വെടിഞ്ഞു. ജടായു മരിച്ചുപോയി. ഭൂമിയിൽ വീണ ആ സമയം ശ്രീരാമദേവൻ ഭക്തനോടുള്ള സ്നേഹ കൂടുതൽ കണ്ണീരിലൊഴുക്കി. താമരക്കണ്ണനായ ഭഗവാൻ തന്റെ പിതാവിന്റെ സുഹൃത്തായ ആ പക്ഷിശ്രേഷ്ഠന്റെ ശിരസ് ഉയർത്തി തന്റെ മടിയിൽ വെച്ചു. തുടർന്ന് ചെയ്യേണ്ട സംസ്കാര ക്രിയകൾക്കായി അനുജനായ ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു: വിറകുകൾ കൊണ്ടുവന്ന് നല്ലൊരു ചിതയൊരുക്കി ഒട്ടും വൈകാതെ സംസ്കാരത്തിനായുള്ള തീ പകർന്നു നൽകുക. ലക്ഷ്മണൻ അത് കേട്ട് ഉടൻ ചിതയൊരുക്കി. ആ നിമിഷം കുളിച്ച് സംസ്കാര കർമ്മങ്ങൾ ചെയ്ത് അതിനുശേഷം വീണ്ടും സ്നാനം ചെയ്ത് തർപ്പണാദി കർമ്മങ്ങളും ചെയ്തു. വനത്തിൽ നിന്ന് ഒരു മൃഗത്തെ വേട്ടയാടി അതിന്റെ മാംസകഷ്ണങ്ങൾ ദർഭപ്പുല്ലിൽ വെച്ച് പക്ഷികൾക്ക് ആഹാരമായി വെള്ളവും നൽകി ജടായുവിന് പുണ്യഗതി ലഭിക്കുന്നതിനായി പിതൃതർപ്പണവുമായി സമർപ്പിച്ചു.
മറ്റു പക്ഷികൾ ഇതൊക്കെ തിന്ന് സന്തോഷിച്ചാലും അതുവഴി പക്ഷിശ്രേഷ്ഠനായ ജടായു തൃപ്തനായി ഭവിക്കട്ടെ. കരുണാനിധിയും താമരക്കണ്ണനും മധു എന്ന അസുരന്റെ ശത്രുവുമായ ഭഗവാൻ ജടായുവിന് ഭഗവത് സ്വരൂപമായ സ്വാരൂപ്യ മോക്ഷം ലഭിക്കട്ടെ എന്ന ആദരവോടെ അനുഗ്രഹിച്ചു. ആ നിമിഷം സൂര്യനെ പോലെ തിളങ്ങുകയും ദിവ്യ വിമാനത്തിൽ കയറി ദിവ്യമായ വിഷ്ണു രൂപം കൈവരിച്ച ജടായു ശംഖുചക്ര ഗദപത്മം എന്നിവ ധരിച്ച് മഞ്ഞ പട്ടുടുത്ത് വിഷ്ണു പാർഷദന്മാരാൽ ഭഗവാന്റെ ദൂതന്മാരാൽ ആദരിക്കപ്പെടുകയും മുനിമാരിൽ സ്തുതിക്കപ്പെടുകയും ചെയ്തു. തന്റെ ദിവ്യ തേജസ് കൊണ്ട് എല്ലാ ദിക്കുകളും പ്രകാശിപ്പിച്ചുകൊണ്ട് ശോഭിച്ചു. വിനയത്തോടെ കുനിഞ്ഞ ശരീരത്തോടും ഉയർത്തിപ്പിടിച്ച കൂപ്പലോടും കൂടി അത്യധികമായ ഭക്തിയോടെ ശ്രീരാമദേവൻ സ്തുതിക്കുവാൻ തുടങ്ങി. എണ്ണമറ്റ ഗുണങ്ങളുള്ളവനും ആദിപുരുഷനും നാശമില്ലാത്തവനും അളക്കാനാവാത്തവനും പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണബോധനും പരമമായ ആനന്ദ സ്വരൂപനും പരമാത്മാവുമാണ്. വരങ്ങൾ നൽകുന്ന ശ്രീരാമനെ ഞാൻ എപ്പോഴും നമസ്കരിക്കുന്നു. തന്റെ ഉദാരമായ കടാക്ഷം കൊണ്ട് ദേവന്മാരുടെ ദുഃഖത്തെ അകറ്റുകയും അതിരുകളില്ലാത്ത ആനന്ദത്തിൽ വസതിക്കും മനോഹരമായ ശ്യാമവർണ്ണനും ജടാമകുടം കൊണ്ട് ശോഭിക്കുന്നവനും വില്ലും അമ്പും താമര പോലുള്ള കോമളഹസ്തങ്ങളും ഏന്തിയവനുമായ ശ്രീരാമനെ ഞാൻ നമസ്കരിക്കുന്നു. ലോകം മുഴുവൻ ആഗ്രഹിക്കുന്ന സുന്ദര രൂപത്തോടു കൂടിയവനും നൂറുകണക്കിന് സൂര്യന്മാരെ പോലെ തിളങ്ങുന്ന ശോഭയുള്ളവനും ആഗ്രഹങ്ങൾ നൽകുന്നവനും അഭയം നൽകുന്നവനും ദേവവൃക്ഷമായ കൽപ്പവൃക്ഷ ചുവട്ടിൽ വസിക്കുന്നവനും ദേവഗണങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്നതും സേവിക്കപ്പെടുന്നതുമായ ശ്രീരാമനെ ഞാൻ സംസ്കരിക്കുന്നു. സംസാരശൂന്യനായ, അതായത് ഭൗതിക ലോകമാകുന്ന കാട്ടുനീ പോലുള്ള നാമമുള്ളവനും ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരുടെ ദേവനുമായ ഭഗവാനും കോടാനുകോടി അസുര രാജാക്കന്മാർ നിഗ്രഹിക്കുന്നതും മനുഷ്യരൂപമെടുത്ത വിഷ്ണു ഭഗവാനായ ശ്രീരാമനെ ഞാൻ നമസ്കരിക്കുന്നു. ജനന മരണങ്ങളാകുന്ന ഭൗതിക ചിന്തകളെ നശിപ്പിക്കുന്നതും ഭഗവത് സ്വരൂപനുമായ പരമം അർത്ഥം സംസാര ഭയമില്ലാത്തവനും മുനിമാരാൽ സേവിക്കപ്പെടുന്നവനും പരമപുരുഷനും ഭവസമുദ്രം കടക്കുവാനുള്ള തോണിയായ പാദങ്ങളുള്ളവനുമായ സംസാരാന്യ നാശത്തിനായി ശ്രീരാമനെ ഞാൻ രാപ്പകലില്ലാതെ നമസ്കരിക്കുന്നു. പരമശിവന്റെയും പാർവതീദേവിയുടെയും ഹൃദയകമലങ്ങളിൽ വസിക്കുന്നവനും പർവ്വതരാജാവിനെ, അതായത് ഹിമവാനെ പോഷിപ്പിക്കുന്നവനും ഇന്ദ്രനാൽ സേവിക്കപ്പെടുന്നവനും ദേവന്മാരാലും രാക്ഷസ രാജാക്കന്മാരാലും വന്ദിക്കപ്പെടുന്നവനും പാദങ്ങളുള്ളവനും ഇന്ദ്രനീലമണി പോലെയുള്ള ശ്യാമവർണ്ണത്താൽ ശോഭിക്കുന്ന ശ്രീരാമനെ ഞാൻ നമസ്കരിക്കുന്നു. പരസ്ത്രീയെയും പൈസയെയും ആഗ്രഹിക്കാത്ത വിവേകികൾക്കും മറ്റുള്ളവരുടെ ഗുണങ്ങളും യശസ്സും കണ്ട് സന്തോഷിക്കുന്ന മനസ്സുള്ളവർക്കും പരലോക നന്മയ്ക്കായി സമയം മാറ്റിവെക്കുന്നവർക്കും സേവനീയവും പരമാനന്ദ സ്വരൂപനുമായ ശ്രീരാമനെ ഞാൻ നമസ്കരിക്കുന്നു. മന്ദഹാസം വിരിയുന്ന സുന്ദരമായ മുഖ താമരയോടു കൂടിയവനും വേദങ്ങളാൽ അറിയപ്പെടുന്നവനും കറുത്ത മേഘത്തിന് സമമായ ശരീരമുള്ളവനും വെളുത്ത താമരയിതൾ പോലെയുള്ള മനോഹര കണ്ണുകളുള്ള രഘു വംശശ്രേഷ്ഠനും സീതാദേവിയുടെ ഭർത്താവുമായ ശ്രീരാമനെ ഞാൻ സ്വീകരിക്കുന്നു. പാത്രത്തിലെ വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന സൂര്യബിംബത്തെ പോലെ എല്ലാ ചരാചര ജീവികളുടെയും ഉള്ളിൽ ആത്മാവ് വസിക്കുന്നുണ്ട്. പൂർണ്ണനും ആത്മാനന്ദനുമില്ലായവനും നാശമില്ലാത്തവനും ഏകനുമായത് ഭഗവാനെ,
പരമവും പരാധികവുമായ ആ ഭഗവാൻ ശ്രീരാമനെ ഞാൻ നമസ്കരിക്കുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ രൂപഭേദങ്ങളിലൂടെയും സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളാലും ശോഭിക്കുന്നവനും കേവല സ്വരൂപനുമായ ഭഗവാനെ, ദേവന്മാരാലും മുനിമാരാലും സ്തുതിക്കപ്പെടുന്നവനും പ്രകൃതീതനുമായ ജനനമില്ലാത്തവനുമായ സീതാദേവിയുടെ മനോഹരനായ ഭർത്താവ് ശ്രീരാമനെ ഞാൻ നമസ്കരിക്കുന്നു. 100 കോടി കാമദേവന്മാർക്ക് സമമായ സുന്ദര ശരീരമുള്ളവനും ജനന മരണങ്ങളില്ലാത്തവനും ജ്ഞാനമായവനും പ്രപഞ്ച സ്വരൂപനുമായ പരിശുദ്ധനും ധർമ്മങ്ങൾക്കും കർമ്മങ്ങൾക്കും ആധാരമായവനും എന്നാൽ മറ്റ് യാതൊന്നിൻ്റെയും ആശ്രയം ആവശ്യമില്ലാത്തവനുമായ മമതയില്ലാത്തവനും ആത്മാവിൽ രമിക്കുന്നവനുമായ ശ്രീരാമനെ ഞാൻ നമസ്കരിക്കുന്നു. ഈ സ്തുതി കേട്ട് ശ്രീരാമചന്ദ്രൻ അതീവ പ്രസന്നനായി. പക്ഷിശ്രേഷ്ഠനായ ജടായുവിനോട് മധുരമായി ഇപ്രകാരം അരുളി ചെയ്തു: നിനക്ക് മംഗളം ഭവിക്കട്ടെ. വിഷ്ണുവിൻ്റെ പരമമായ ഉത്തമ പദത്തിലേക്ക് നീ പോയാലും ഈ ജടായുസ്തുതി എഴുതുകയോ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ ആ ഭക്തന് എൻ്റെ സാരൂപ്യമോക്ഷം ലഭിക്കും. ഹേ പക്ഷിശ്രേഷ്ഠ, നിന്നെപ്പോലെ എൻ്റെ ഭക്തനായി മാറിയാൽ അവന് മോക്ഷം സിദ്ധിക്കും. ശ്രീരാമൻ്റെ ഈ വാക്കുകൾ കേട്ട ആ പക്ഷിശ്രേഷ്ഠനായ ജടായു അവിടെ വെച്ചു തന്നെ വിഷ്ണുരൂപം പ്രാപിച്ചു. ബ്രഹ്മാവിനാലും പൂജിക്കപ്പെടുന്ന ആ പരമപദം അവൻ പ്രാപിച്ചു. പരിശുദ്ധമായ രാമനാമം ജപിക്കുന്ന പുണ്യവാന്മാരെ പോലെ പിന്നീട് ശ്രീരാമൻ അനുജനായ ലക്ഷ്മണനോടൊപ്പം മനസ്സു തകർന്ന് വലിയ സങ്കടത്തോടെ വനാന്തരത്തിലേക്ക് നടന്നു. ഓരോ ദിക്കിലും തിരഞ്ഞിട്ടും സീതയെ കാണാൻ കഴിയാത്തതുകൊണ്ട് ധൈര്യം ചോർന്നുപോയ അവസ്ഥയിൽ ആ വനപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ രാക്ഷസ സ്വരൂപമുള്ള ഭയങ്കരനായ ഒരു ജീവിയെ അവർ കാണാനിടയായി. ആ നിമിഷം ശ്രീരാമചന്ദ്രൻ ഇപ്രകാരം പറഞ്ഞു: നെഞ്ചിൽ വായയും യോജന നിറമുള്ള കൈകളും കണ്ണുകൾ പോലുമില്ലാത്തവനുമായ ജീവി എന്താണെന്ന് ലക്ഷ്മണ നീ കണ്ടുവോ? കണ്ടാൽ ഭയം തോന്നിപ്പോകും. ഇവൻ ഇപ്പോൾ നമ്മെ പിടിച്ചു ഭക്ഷിക്കുമെന്നറിഞ്ഞാലും ഇവൻ പക്ഷിയുമല്ല മൃഗവുമല്ല. എത്രയും അത്ഭുതം തന്നെ. നെഞ്ചിൽ വായും വേറെ തലയോ കാലുകളോ ഇല്ലാത്തവനുമാണ് ഈ രാക്ഷസൻ. നമ്മെ പിടിച്ചു തിന്നുന്നതിനു മുൻപ് ആലോചിച്ചു നോക്കിയാൽ രക്ഷപ്പെടാനുള്ള വഴിയൊന്നും കാണുന്നില്ലല്ലോ. കുമാരാ, നാം രണ്ടുപേരും അവൻ്റെ കൈക്കുള്ളിൽ അകപ്പെട്ടു കഴിഞ്ഞു. ബ്രഹ്മാവ് വിധിച്ചു വെച്ചിരിക്കുന്നത് എന്താണോ എന്ന് സംഭവിക്കട്ടെ. ശ്രീരാമൻ ഇപ്രകാരം പറഞ്ഞതിനു ശേഷം ഭയമെല്ലാം മാറിയ ലക്ഷ്മണൻ ഇപ്രകാരം പറഞ്ഞു: മതി, ഇനി എന്തിനാണ് ഇത്രയും വിഷമിക്കുന്നത്? നാം രണ്ടുപേരും ചേർന്ന് ഇവന്റെ ഓരോ കൈകൾ വീതം വെട്ടിമാറ്റണം. ആ നിമിഷം തന്നെ ശ്രീരാമൻ അവന്റെ വലതുകൈ വെട്ടിമാറ്റി. ലക്ഷ്മണൻ ആ സമയം അവന്റെ ഇടതുകൈയും വെട്ടിമാറ്റി. കബന്ധനായ രാക്ഷസവീരൻ അത്യധികം അത്ഭുതപ്പെട്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയും നോക്കി സ്നേഹത്തോടെ ചോദിച്ചു: എന്റെ കൈകൾ വെട്ടിമാറ്റാൻ കഴിവുള്ളവരായി ഈ 3 ലോകത്തിലും ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല. അത്ഭുതകരമായ രൂപമുള്ള നിങ്ങൾ രണ്ടുപേരും ആരാണ്? നിങ്ങൾ മഹത്തുക്കളായ പുരുഷന്മാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ കടുപ്പമേറിയ ഭയങ്കര കാട്ടിലേക്ക് നിങ്ങൾ വരാനുള്ള കാരണം എന്താണെന്ന് സത്യമായി എന്നോട് പറയണം. കബന്ധന്റെ ഈ വാക്കുകൾ കേട്ട പുരുഷോത്തമനായ ശ്രീരാമൻ അവൻ ചോദിച്ചതിന് ഉടൻ തന്നെ മറുപടി നൽകി: കേട്ടാലും അയോധ്യയുടെ അധിപനായ ദശരഥ രാജാവിന്റെ മൂത്ത മകനാണ് ഞാൻ. രാമൻ എന്നാൽ എൻ്റെ പേര്. ഇവൻ എൻ്റെ സഹോദരനാണ്. ലക്ഷ്മണൻ എന്നാണ് ഇവന്റെ പേര്. എൻ്റെ ഭാര്യയായ സ്ത്രീയുടെ പേരാണ് സീത. ഞങ്ങൾ വേട്ടയാടാനായി പോയ ആ സമയത്ത് മായാവിയായ ഒരു രാക്ഷസൻ അവളെ അപഹരിച്ചു കൊണ്ടുപോയി. കാടുകൾ തോറും ഞങ്ങൾ അവളെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഭയങ്കരമായ ഈ വേഷത്തിൽ നിന്നെ കാണുവാനിടയായി. നിന്റെ കൈകൾക്കുള്ളിൽ ഞങ്ങൾ അകപ്പെട്ടു പോയതുകൊണ്ട് ജീവൻ രക്ഷിക്കാനായി ഞങ്ങൾ നിന്റെ കൈകൾ വെട്ടിമാറ്റിയത്. വികൃത രൂപമായ ധരിച്ചിരിക്കുന്ന നീ യഥാർത്ഥത്തിൽ ആരാണ്? സത്യം പറയൂ എന്ന് ശ്രീരാമൻ ചോദിച്ചപ്പോൾ സന്തോഷത്തോടെ കബന്ധൻ തന്റെ കഥ പറയുവാൻ തുടങ്ങി. അവിടുന്ന് സാക്ഷാൽ ശ്രീരാമദേവൻ തന്നെയാണെങ്കിൽ ഞാൻ ധന്യനായി തീർന്നു. അവിടുത്തെ തന്നെ എൻ്റെ മുന്നിൽ കാണാൻ സാധിച്ചതുകൊണ്ട് ഞാൻ അനുഗ്രഹീതനുമായി. ദിവ്യനായ ഒരു ഗന്ധർവനായിരുന്നു ഞാൻ. രൂപവും യൗവനവും കാരണം അഹങ്കരിച്ച് സഞ്ചരിച്ചിരുന്ന കാലത്ത് സുന്ദരിമാരുടെ മനസ്സിനെ വശീകരിച്ച് അത്യധികം മനോഹരനായ ഞാൻ അഹങ്കാരത്തോടെ കേളികളാടി നടക്കുമ്പോൾ അഷ്ടാവക്രൻ എന്ന മഹാമുനിയെ കണ്ടപ്പോൾ ഞാൻ അവഹേളിച്ച് ചിരിച്ചു. കോപിഷ്ഠനായ ആ മഹാമുനി എനിക്ക് ഇപ്രകാരം ശാപം നൽകി: ദുഷ്ടനായ നീ ഒരു രാക്ഷസനായി പോകട്ടെ എന്ന് ശപിച്ചു. ശപിച്ചതിനു ശേഷം സന്തുഷ്ടനായ ആ മുനി ശാപമോക്ഷവും നൽകി. സാക്ഷാൽ ശ്രീനാരായണ ഭഗവാൻ തന്നെ മോക്ഷദാതാവായി ദശപുത്രനായി
ത്രതായുഗത്തിൽ അവതരിച്ച നിന്റെ കൈകൾ വെട്ടുന്ന ദിവസം നിനക്ക് ശാപമോക്ഷം സിദ്ധിക്കുമല്ലോ എന്ന് അരുളി ചെയ്തു. അപ്രകാരം മുനിയുടെ ശാപം കാരണം രാക്ഷസനായി മാറിയ ഞാൻ ദുഃഖത്തോടെ നടന്നു കഴിയുമ്പോൾ ഒരു ദിവസം അത്യധികം കോപത്തോടെ ഇന്ദ്രനെ എതിർക്കുവാനായി ചെന്നു. ഇന്ദ്രൻ തന്റെ വജ്രായുധം കൊണ്ട് എൻ്റെ തലയറുത്തു. എന്നാൽ വജ്രായുധമേറ്റിട്ടും എനിക്ക് മരണം സംഭവിച്ചില്ല. അത് ബ്രഹ്മാവ് എനിക്ക് നൽകിയ വരം കൊണ്ടായിരുന്നു. മരണമില്ലാത്തതിനാൽ ഇന്ദ്രന് അത് വിഷമമുണ്ടാക്കുകയും എൻ്റെ ശിരസിനെ എൻ്റെ വയറ്റിനുള്ളിലേക്ക് തള്ളിക്കയറ്റുകയും ചെയ്തു. എൻ്റെ മുഖവും കാൽപാദങ്ങളും വയറിനുള്ളിലായതിനു ശേഷം എൻ്റെ 2 കൈകളും 1 യോജന നീളമുള്ളതായി മാറി. ഇന്ദ്രന്റെ ആജ്ഞയാൽ ഇരപിടിക്കാനായി അപ്രകാരം കഴിഞ്ഞു വരികയായിരുന്നു. ജീവിക്കൂട്ടങ്ങൾ എൻ്റെ കൈകൾക്കുള്ളിൽ അകപ്പെട്ടു പോയാൽ അവയെ വായ കൊണ്ട് തിന്ന് ഇത്രയും നാൾ ഞാൻ കഴിച്ചുകൂട്ടി. ഹേ പുരുഷോത്തമ രഘുനായക കരുണാനിധേ, ഇനി തീ കത്തിച്ച് എൻ്റെ ഈ ശരീരത്തെ ദഹിപ്പിച്ചു തന്നാൽ പിന്നീട് അങ്ങയുടെ പത്നിയായി സീതയെ കണ്ടെത്തുവാനുള്ള വഴികളൊക്കെ ഞാൻ പറഞ്ഞു തരാം. നിലത്ത് കുഴിയെടുത്ത് അതിൽ വിറകുകളിട്ട് ലക്ഷ്മണൻ അഗ്നിയെ ജ്വലിപ്പിച്ചു. അവിടെ വെച്ച് കബന്ധന്റെ ശരീരം ദഹിപ്പിച്ച് ആ സമയത്ത് ആ ശരീരത്തിൽ നിന്നും ഒരു ദിവ്യരൂപം ഉയർന്നു വരുന്നത് കാണുവാനായി. കാമദേവന് സമമായ സുന്ദരനും ദിവ്യനുമായ ശരീരത്തോടെ സർവ്വ ആഭരണങ്ങളും അണിഞ്ഞ് ശോഭിക്കുന്ന രൂപത്തിൽ അവൻ ഭക്തിയോടെ ശ്രീരാമദേവനെ പ്രദക്ഷിണം വെച്ചു. നിലത്ത് സാഷ്ടാംഗം നമസ്കരിച്ചു. 3 തവണ നമസ്കരിച്ച് കൈകൂപ്പി നിന്നതിന് ശേഷം ആദരണീയനായ ഗന്ധർവ ഭക്തൻ ആനന്ദവിവശനായി രോമാഞ്ചമണിഞ്ഞ് ഇടറിയ വാക്കുകളോടെ മനോഹരമായ പാദങ്ങളാൽ രാമനെ സ്തുതിക്കുവാൻ തുടങ്ങി. അവിടുത്തെ യഥാർത്ഥ പരമാർത്ഥ തത്വം ഒരാൾക്കും എത്ര ചിന്തിച്ചാലും മനസ്സിലാകുവാൻ കഴിയാത്തതാണെങ്കിലും അവിടുത്തെ സ്തുതിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടാകുന്നു. നിരന്തരമായ അജ്ഞാനമെന്ന അന്ധതയെ കൊണ്ട് എനിക്ക് അനുഭവപ്പെടുന്ന മോഹം എത്ര വലുതാണ്. ആദിയോ അന്തമോ ഇല്ലാത്ത പരബ്രഹ്മസ്വരൂപൻ എൻ്റെ ഉള്ളിൽ ആത്മാവിൽ തെളിഞ്ഞു മനസ്സിലായി വസിക്കണമേ. എൻ്റെ ഉള്ളിലെ അജ്ഞാനമാകുന്ന അന്ധകാരമെല്ലാം അകന്ന് ആനന്ദം ഉദിച്ചുയരണം. ഭൗതിക ബന്ധങ്ങളെല്ലാം അറ്റ് എനിക്ക് മോക്ഷപ്രാപ്തി തന്ന് അനുഗ്രഹിക്കണം. പ്രകൃതി തത്വവും അന്ത്യവും സൂക്ഷ്മവും അറിയപ്പെടേണ്ട രൂപവും ശരീരത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതും വ്യക്തവുമായ ആത്മാവും കേവലം ദൃഷ്ടാവ് എന്നു മാത്രമാണ് സത്യം. മറ്റുള്ളവയെല്ലാം കണ്ടറിയപ്പെടുന്ന ജഡങ്ങളുമാണ്. ഇത് ഗ്രഹിക്കാൻ വിഷമുള്ളതും അനാത്മീയവുമായതുകൊണ്ട് അജ്ഞാനികളായ ആളുകൾ മനസ്സിന് അതീതമായ ആ ആത്മതത്വത്തെ എങ്ങനെ അറിയാനാണ്? ഒരിക്കലും മങ്ങാത്ത പരമാത്മാവും പരമമായ ബ്രഹ്മാനന്ദവും നീ തന്നെയാണ്. ബുദ്ധിയുടെയും ആത്മാവിന്റെ പ്രകാശത്തിന്റെയും ഇടയിലുള്ള പ്രതിബിംബമാണ് ജീവൻ. ബുദ്ധി തുടങ്ങിയവയ്ക്കൊക്കെ സാക്ഷിയായി നിലകൊള്ളുന്നത് ബ്രഹ്മം തന്നെയാണെന്ന് നിശ്ചയം. വികാരങ്ങളില്ലാത്തവനും സർവ്വവ്യാപിയും നിത്യനുമായ ബ്രഹ്മത്തിൽ ഈ പ്രപഞ്ചമെല്ലാം അജ്ഞാനവും മോഹവും കാരണം ആരോപിക്കപ്പെട്ടതാണ്. അത് തൈജസമെന്നും സൂക്ഷ്മദേഹമെന്നും അറിയപ്പെടുന്നു. ഹിരണ്യഗർഭനായ വിരാട് പുരുഷന്റെ ഏറ്റവും സ്ഥൂലമായ രൂപമാണിത്. യോഗി ശ്രേഷ്ഠന്മാർക്ക് ധ്യാനിക്കുവാനുള്ള വിഷയം ഇതാണ്. അതിൽ പ്രപഞ്ചം മുഴുവൻ വ്യക്തമായി കാണപ്പെടുന്നു. ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും മഹാതത്വം തുടങ്ങിയവയാൽ ആവരണം ചെയ്യപ്പെട്ടതാണ് ഈ സ്ഥൂലദേഹം. ഈ ബ്രഹ്മാണ്ഡമാകുന്ന കോശത്തിൽ വിരാട് പുരുഷനായി കാണപ്പെടുന്നത് ഭഗവാന്റെ ശരീരത്തിലെ അവയവങ്ങൾ പോലെയാണ്. 14 ലോകങ്ങളും മനോഹരമായ വിരാട് പുരുഷനായ ഭഗവാന്റെ ശരീരഭാഗങ്ങൾ തന്നെയാണ് ഈ 14 ലോകങ്ങളും എന്നതിൽ സംശയമില്ല. അങ്ങയുടെ പാദ അടിഭാഗം പാതാളവും അടിയുടെ പിൻഭാഗം മഹാതലം ലോകവുമാണ്. ഭഗവാനെ അങ്ങയുടെ കണങ്കാൽ രസാതലവും അതിനു മുകളിലെ ഭാഗം തലാതലവുമാണ്. ഹേ രഘുപതി, അങ്ങയുടെ മനോഹരമായ മുട്ടുകൾ സുതലം എന്ന ലോകമാണ്. അങ്ങയുടെ തുടകൾ വിതലം, അതലം എന്നീ ലോകങ്ങളാണ്. അങ്ങയുടെ അല്പം താഴെയുള്ള ഇടുപ്പ് ഭാഗം ഭൂലോകവും നാഭി ആകാശലോകവുമാണ്. രഘുനാഥന്റെ നെഞ്ചുഭാഗമാണ് ദേവലോകം. അങ്ങയുടെ കഴുത്ത് ഭാഗം മഹർ ലോകമാണെന്ന് മനസ്സിലാക്കിയാലും അങ്ങയുടെ വായ മുഖഭാഗമാണ് ജനലോകം. അങ്ങയുടെ നെറ്റിത്തടം ചെവിയുടെ വശങ്ങൾ തപോലോകവും അതിനും മുകളിലാണ്. ബ്രഹ്മാവിന്റെ വസതിയായ സത്യലോകം വസിക്കുന്ന ഹേ പുരുഷോത്തമ ലോകനാഥ, അങ്ങയുടെ ശിരസ് തന്നെയാണ് ഈ ഉത്തമലോകം. പരമസത്യസ്വരൂപ, കാർമേഘക്കൂട്ടങ്ങൾ അങ്ങയുടെ മുടിയിഴകളാണ്. ഇന്ദ്രൻ തുടങ്ങിയ ദിക്പാലകന്മാർ അങ്ങയുടെ കൈകളാണ്. ദിക്കുകൾ അങ്ങയുടെ ചെവികളും അശ്വിനി ദേവന്മാർ മൂക്കുമാണ്. അങ്ങയുടെ വായ അഗ്നിയും കണ്ണുകൾ സൂര്യൻ തന്നെയുമാണ്.
അങ്ങയുടെ ചിത്തവും മനസ്സും ചന്ദ്രൻ തന്നെയാണ്. അങ്ങയുടെ പുരികക്കൊടികളുടെ ചലനമാണ് കാലം. അങ്ങയുടെ ബുദ്ധി ബൃഹസ്പതി തന്നെയാണ്. കോപത്തിന് കാരണമാകുന്ന അങ്ങയുടെ അഹങ്കാര ഭാവമാണ് രുദ്രൻ. അങ്ങയുടെ വാക്കുകൾ വേദച്ഛസ്സുകളും അങ്ങയുടെ കോമ്പല്ലുകൾ യമദേവനുമാണ്. ആകാശത്തിലെ നക്ഷത്രക്കൂട്ടങ്ങൾ അങ്ങയുടെ പല്ലുകൾ വരികളാണ്. അങ്ങയുടെ പുഞ്ചിരിയാണ് ലോകത്തെ മോഹിപ്പിക്കുന്ന മഹാമായ. ജനനവും സൃഷ്ടിയും സ്വപ്നവും ലോകമുക്തിയും എല്ലാം അങ്ങയുടെ ലീലകളാണ്. അങ്ങയുടെ മുൻഭാഗം ധർമ്മവും പിൻഭാഗം അധർമ്മവുമാണ്. അങ്ങ് കണ്ണുകൾ തുറക്കുന്നതും അടയ്ക്കുന്നതുമാണ് പകലും രാത്രിയും. 7 സമുദ്രങ്ങളാണ് അങ്ങയുടെ വയറുഭാഗം. 7 തരം കാറ്റുകളാണ് അങ്ങയുടെ ശ്വാസോച്ഛ്വാസം. ഭൂമിയിലെ നദികളെല്ലാം അങ്ങയുടെ ശരീരത്തിലെ നാഡികളാണ്. ഭൂമിയിലെ പർവ്വതങ്ങളും പാറകളുമാണ് അങ്ങയുടെ അസ്ഥികൾ. മരങ്ങളും ഔഷധച്ചെടികളുമാണ് അങ്ങയുടെ ശരീരത്തിലെ രോമങ്ങൾ. മുക്കണ്ണനായ പരമശിവൻ തന്നെയാണ് അങ്ങയുടെ ഹൃദയം. പെയ്യുന്ന മഴ അത്രയും അങ്ങയുടെ രേതസ്സാണെന്ന് മനസ്സിലാക്കണം. ഹേ ഭൂമിപാലക, അങ്ങ് സാക്ഷാൽ ചിത് ശക്തിയും ജ്ഞാനസ്വരൂപനുമാണ്. അങ്ങയുടെ സ്ഥൂലമായ ഈ വിരാട് പുരുഷ രൂപത്തെ എന്നും കൃത്യമായി ധ്യാനിക്കുന്നവന് മോക്ഷം ലഭിക്കും. അവിടുത്തെ കൂടാതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല തന്നെ. എപ്പോഴും അങ്ങയുടെ ഈ ദിവ്യരൂപത്തെ ചിന്തിച്ച് ഞാൻ വന്ദിക്കുന്നു. എങ്കിലും ഈ സമയത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി ഇപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്ന ഈ ശ്രീരാമരൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കണം. താപസവേഷം ധരിച്ചവനും ഭൂമിപതിയും ശാന്തസ്വരൂപനുമായ വില്ലും അമ്പും കൈകളിൽ ഏന്തിയവനും ജടാമുടി അണിഞ്ഞവനുമായ കാട്ടിൽ സീതാദേവിയെ തിരിഞ്ഞു നടക്കുന്നവനും ലക്ഷണങ്ങൾ തികഞ്ഞവനുമായ മനുഷ്യരൂപത്തിൽ ശ്രേഷ്ഠനും കാമദേവന് സമമായ സൗന്ദര്യമുള്ളവനുമായ ഭഗവാനെ, എൻ്റെ ഉള്ളിൽ വസിക്കുവാനായി ഞാൻ എപ്പോഴും ധ്യാനിക്കുന്നു. സൂര്യവംശത്തിൽ ജനിച്ച ഭഗവാനെ, അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. എല്ലാം അറിയുന്നവനും മഹേശ്വരൻ സർവേശ്വരനുമായ മഹാദേവൻ, അവ്യയനായ പരമശിവൻ പാർവതീദേവിയോടൊപ്പം അവിടുത്തെ ധ്യാനിച്ചുകൊണ്ട് കാശിയിൽ വെച്ച് ജീവികൾക്ക് മോക്ഷം നൽകുന്നതിനായി എപ്പോഴും വസിക്കുന്നു. അവിടെ വെച്ച് മോക്ഷം ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് ആത്മതത്വം മനസ്സിലാക്കി കൊടുക്കുന്നതിനായി താരക ബ്രഹ്മ മന്ത്രമായ രാമരാമ എന്ന് ദയവോടെ ഉപദേശിച്ചു കൊടുത്ത് സ്തുത്യർഹനായ ആ കാശിനാഥൻ അവിടെ സദാകാലവും വസിക്കുന്നു. അവിടുന്ന് പരമാത്മാവും പരബ്രഹ്മവുമാണ്. അവിടുത്തെ സാക്ഷാൽ പരമേശ്വരനാണെന്ന് യഥാവിധി മനസ്സിലാക്കി അജ്ഞാനികളായ മനുഷ്യർക്ക് ഈ ആത്മതത്വം എങ്ങനെ അറിയാൻ സാധിക്കും? മഹാമായ എന്ന അജ്ഞാനമാകുന്ന കറുത്ത ഇരുട്ടുകൊണ്ട് അവരുടെ ബുദ്ധി മൂടിപ്പോയിരിക്കുന്ന അവസ്ഥയിൽ പരമാത്മാവായ രാമഭദ്രന് വീണ്ടും വീണ്ടും നമസ്കാരം. പ്രപഞ്ചത്തിൽ സാക്ഷിയായ ശ്രീരാമചന്ദ്രന് വീണ്ടും വീണ്ടും നമസ്കാരം. ജഗന്നാഥ, പരമാനന്ദ സ്വരൂപ, എന്നെ രക്ഷിക്കണമേ. ലക്ഷ്മണനാൽ സേവിക്കപ്പെടുന്നവനെ കരുണാനിധേ, എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ മഹാമായ ദേവി, എന്നെ ഇനി വഞ്ചിക്കാതെ ഇരിക്കാൻ താമരക്കണ്ണ, അങ്ങേക്ക് സദാകാലവും എൻ്റെ നമസ്കാരം. ഇപ്രകാരം ആഗ്രഹിച്ച് ഭക്തിയോടെ സ്തുതിച്ച ആ ഗന്ധർവനോട് പുരുഷോത്തമനായ ശ്രീരാമദേവൻ അരുളി ചെയ്തു: നിന്റെ സ്തുതി കൊണ്ടും നിശ്ചലമായ ഭക്തി കൊണ്ടും ഞാൻ അത്യധികം സന്തുഷ്ടനായിരിക്കുന്നു. ഹേ ഗന്ധർവ ശ്രേഷ്ഠ, നീ എൻ്റെ സനാതനമായ പദം പ്രാപിച്ചാലും യോഗീശ്വരന്മാർക്ക് മാത്രം പ്രാപ്യമായ എൻ്റെ ശാശ്വതമായ സ്ഥാനം എൻ്റെ അനുഗ്രഹം കൊണ്ട് നീ ആ പരമാനന്ദ പദം പ്രാപിച്ചുവാലും അതുമാത്രമല്ല, നിനക്ക് വേറൊരു അനുഗ്രഹം കൂടി ഞാൻ നൽകുന്നു. ഈ സ്തുതി ഭക്തിയോടെ ജപിക്കുന്ന മനുഷ്യർക്ക് മോക്ഷം ലഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ ഭക്തനായ നിനക്ക് ഇനി ഒരു താഴ്ചയും വരികയുമില്ല. ഇപ്രകാരം വരം നേടിയെടുത്ത് ആ ഗന്ധർവ ശ്രേഷ്ഠൻ ശ്രീരാമന് മംഗളങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൈകൂപ്പി പറഞ്ഞു: അല്പം മുന്നിലായി മതാംഗശ്രമം കാണാം. അവിടെ ഇപ്പോൾ ശബരി എന്ന തപസ്വിനി കഴിയുന്നുണ്ട്. അങ്ങയുടെ പാദകമലങ്ങളിൽ ഭക്തി കൊണ്ട് അത്യധികം പരിശുദ്ധിയായ അവൾ എപ്പോഴും അവിടുത്തെ ധ്യാനിച്ചുകൊണ്ട് പാപമുക്തിക്കായി കഴിയുകയാണ്. അവളെ ചെന്ന് കണ്ടാൽ എല്ലാ വിവരങ്ങളും അവൾ പറഞ്ഞു തരും. അതുവഴി ഭൂമിപുത്രിയായ സീതയെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുകയും ചെയ്യും. ഗന്ധർവൻ ഇപ്രകാരം പറഞ്ഞത് അപ്രത്യക്ഷനായതിനു ശേഷം സന്തോഷവാന്മാരായ ശ്രീരാമനും ലക്ഷ്മണനും ഭയങ്കരമായ ആ കാട്ടിലൂടെ മെല്ലെ നടന്ന് മനോഹരമായ ശബരിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു. അത്ഭുതത്തോടും ആദരവോടും കൂടി ആ തപസ്വിനി ഭക്തിയോടെ എഴുന്നേറ്റ് വന്ന് ഭഗവാന്റെ 2 തൃപ്പാദങ്ങളിലും വന്ദിച്ച് പൂജിച്ചു.
സന്തോഷത്താൽ കണ്ണീർ നിറഞ്ഞ കണ്ണുകളോടെ അവൾ മനസ്സിൽ അത്യധികം ആനന്ദം കൊണ്ട് പാദ്യം, അർഘ്യം, ഇരിക്കുവാനുള്ള ആസനം തുടങ്ങിയവ നൽകി. അവിടുത്തെ പൂജിക്കുകയും പാദങ്ങൾ കഴുകി തീർത്ഥം വന്ദിക്കുകയും ചെയ്തു. കഴിക്കാനായി വനത്തിലെ സ്വാദിഷ്ടമായ പഴങ്ങളും കിഴങ്ങുകളും സമർപ്പിച്ചു. ഭഗവാൻ ആ സൽക്കാരവും പൂജയും സ്വീകരിച്ച് സന്തോഷത്തോടെ അവിടെ വിശ്രമിച്ചു. താമരക്കണ്ണന്മാരായ രാജകുമാരന്മാരായ രണ്ടുപേർ ആ സമയത്ത് ആനന്ദ കണ്ണീരോടെ തൊഴുതുകൊണ്ട് ശബരി ഇപ്രകാരം പറഞ്ഞു: വലിയ പുണ്യത്തിന്റെ ഫലമായി ഞാൻ ഇന്ന് ധന്യയായി തീർന്നു. എൻ്റെ ഗുരുക്കന്മാരായ മഹർഷിമാർ അങ്ങയെ പൂജിച്ച് ധ്യാനിച്ചുകൊണ്ട് ഇവിടെ വർഷങ്ങളോളം ജീവിച്ചിരുന്നു. അന്ന് ഞാൻ ആ ഗുരുക്കന്മാരെ ആത്മാർത്ഥമായി ശുശ്രൂഷിച്ചുകൊണ്ട് കഴിയുകയായിരുന്നു. പിന്നീട് അവർ പരമപദമായ ബ്രഹ്മപദം പ്രാപിച്ചു. പോകുന്നതിന് മുൻപ് അവർ എന്നോട് പറഞ്ഞു: യാതൊരു പേടിയും കൂടാതെ മനോഹരിയായ ശബരി, നീ എന്നും ഇവിടെ തന്നെ വസിച്ചുകൊള്ളുക. അനന്തശയനനായ പരമപുരുഷനും പരമാത്മാവുമായ ഭഗവാൻ രാക്ഷസന്മാരെ വധിക്കുന്നതിനായി ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്. നമ്മെയും ലോകധർമ്മത്തെയും സംരക്ഷിക്കുവാനായി ഇപ്പോൾ പരിശുദ്ധനായ ഭഗവാൻ ചിത്രകൂടത്തിൽ വന്നെത്തിയിട്ടുമുണ്ട്. ആ ശ്രീരാമൻ വൈകാതെ ഈ ആശ്രമത്തിലേക്ക് കടന്നു വരും. അവിടുത്തെ കണ്ട് വന്നിച്ച് നീ നിന്റെ ദേഹം ഉപേക്ഷിച്ചോളൂ. അതുവഴി നിനക്ക് തീർച്ചയായും പരമപേഷം ലഭിക്കും. ഗുരുക്കന്മാർ അന്ന് അരുളി ചെയ്ത ആ വാക്കുകൾ ഇപ്പോൾ സത്യമായി ഭവിച്ചിരിക്കുന്നു. അവിടുത്തെ വരവും കാത്തുകാത്ത് അവിടുത്തെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ കഴിഞ്ഞത്. അങ്ങയുടെ പവിത്രമായ പാദങ്ങൾ നേരിട്ട് കാണാൻ എൻ്റെ ഗുരുക്കന്മാരായ തപസ്വികൾക്ക് പോലും ഭാഗ്യമുണ്ടായില്ലല്ലോ. എന്നാൽ യാതൊരു ജ്ഞാനവുമില്ലാത്ത ഹീനജാതിയിൽ പിറന്ന മൂഢനായ എനിക്ക് ഇതൊന്നും അനുഭവിക്കുവാൻ യാതൊരു അർഹതയുമില്ലല്ലോ. വാക്കുകൾക്കും മനസ്സിനും ചിന്തിക്കുവാനാവുന്നതിനും അപ്പുറമുള്ള അങ്ങയുടെ രൂപം നേരിട്ട് കാണാൻ സാധിച്ചത് എൻ്റെ വലിയ ഭാഗ്യം തന്നെയാണ്. അങ്ങയുടെ തൃപ്പാദങ്ങളിൽ വന്ദിക്കുവാനും സ്തുതിക്കുവാനുമുള്ള അറിവൊന്നും ഈ എളിയവളുടെ മനസ്സിലില്ല. എനിക്ക് അറിഞ്ഞുകൂടാ കരുണാനിധേ. ശ്രീരാമൻ ശബരിയുടെ ഈ എളിയ വാക്കുകൾ കേട്ട് അവളോട് പറഞ്ഞു: യാതൊരു സങ്കടവും ആശങ്കയും ഇല്ലാതെ ഞാൻ പറയുന്നത് നീ കേട്ടാലും. ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ ഏത് ജാതിയാണോ പേരാണ് ആശ്രമമാണ് എന്നൊന്നുമല്ല. ഈ മൂന്ന് ലോകത്തിലും എന്നെ ഭജിക്കുന്നതിനും എന്നിലേക്ക് എത്തുന്നതിനും കാരണം നിഷ്കളങ്കമായ ഭക്തി എന്ന് ഒന്നല്ലാതെ വേറൊന്നും യോഗ്യതയും ഇതിനില്ല. മോക്ഷം ലഭിക്കുന്നതിനും ഭക്തി അല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. പുണ്യതീർത്ഥങ്ങളിൽ കുളിക്കുന്നത് കൊണ്ടോ, തപസ് ചെയ്യുന്നത് കൊണ്ടോ, ധ്യാനം ചെയ്യുന്നത് കൊണ്ടോ, വേദങ്ങൾ പഠിച്ചതുകൊണ്ടോ, ക്ഷേത്രങ്ങളിലെ ഉപവാസങ്ങൾ, യാഗങ്ങൾ മുതലായ സകല കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ ഇതിലൊന്നുകൊണ്ടും ആർക്കും എന്നെ നേരിട്ട് അനുഭവിക്കുവാനോ കാണുവാനോ സാധിക്കില്ല. എൻ്റെ മേലുള്ള ഭക്തിയല്ലാതെ ഒരിക്കലും എന്നെ പ്രാപിക്കുവാൻ കഴിയില്ല. അതിനാൽ ഭക്തി കൈവരിക്കുവാനുള്ള വഴികൾ ചുരുക്കി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഹേ ഉത്തമേ, നിനക്ക് മോക്ഷം ലഭിക്കുവാനായി അത് കേട്ടുകൊള്ളുക. ഭക്തി ലഭിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ വഴി സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്. രണ്ടാമത്തെ വഴി എൻ്റെ കഥകളെക്കുറിച്ച് സംസാരിക്കുകയും കേൾക്കുകയുമാണ്. മൂന്നാമത്തേത് എൻ്റെ ഗുണങ്ങളെ വർണ്ണിക്കുന്നതാണ്. നാലാമത്തേത് എൻ്റെ ഉപദേശങ്ങളെ മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു നൽകുന്നതാണ്. അഞ്ചാമത്തെ വഴി എൻ്റെ ഭക്തന്മാരായ ഗുരുക്കന്മാരെ ഉപാസിക്കുകയും സേവിക്കുകയും ചെയ്യുക എന്നതാണ്. ആറാമത്തെ വഴി യമം, നിയമം തുടങ്ങിയ പുണ്യശീലങ്ങളും നല്ല സ്വഭാവവും കാത്തു സൂക്ഷിക്കുക എന്നതാണ്. എപ്പോഴും മുടങ്ങാതെ എന്നെ പൂജിക്കുക എന്നുള്ളതാണ് ആറാമത്തെ വഴി. എൻ്റെ മന്ത്രങ്ങൾ ക്രമപ്രകാരം ജപിക്കുകയും ഉപാസിക്കുകയും ചെയ്യുക എന്നത് ഏഴാമത്തെ വഴിയാണ്. ഹേ മംഗള സ്വഭാവമുള്ളവളെ, നീ ഇത് വ്യക്തമായി കേട്ടു മനസ്സിലാക്കിക്കൊള്ളുക. എട്ടാമത്തേത് എല്ലാ ജീവജാലങ്ങളിലും എന്നെ മാത്രം കാണുന്ന മനസ്സുണ്ടായാലും, അതായത് എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനെ മാത്രം കാണുക. എൻ്റെ ഭക്തന്മാരിൽ അത്യന്തം ആദരവും വിശ്വാസവും പുലർത്തലുമാണ്. ഒൻപതാമത്തേത് ബാഹ്യമായ ഭൗതിക ആഗ്രഹങ്ങളോടെ വൈരാഗ്യം, ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള വിവേകവും സർവ്വലോകങ്ങളുടെയും ആത്മാവ് തന്നെ ഞാനാണ് എന്ന് ഉറച്ചു വിശ്വസിക്കലുമാണ്. എൻ്റെ ഈ തത്വങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുക എന്നത് ഒൻപതാമത്തെ വഴി. ഹേ ഭദ്രേ, മനസ്സിന്റെ ശുദ്ധിക്ക് ഈ പറയപ്പെട്ട സാധനങ്ങളെല്ലാം തന്നെയാണ് അടിസ്ഥാന കാരണം. ഈ ഉപദേശിച്ചതാണ് 9 തരത്തിലുള്ള ഭക്തിമാർഗങ്ങൾ, നവവിധ ഭക്തി. ഹേ ഉത്തമേ, ചിന്തിച്ചു നോക്കിയാൽ ഈ നിശ്ചലമായ ഭക്തി ആർക്കൊക്കെയാണ് ഉള്ളത്? മൃഗങ്ങളോ പക്ഷികളോ ആയി ജനിച്ചവർക്കായാലും, അജ്ഞാനികളായ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും മാതൃകാപരമായ ഈ പ്രേമഭക്തി ഉള്ളിൽ ഉണ്ടാകുമ്പോൾ, ഹേ സുന്ദരി, അവർക്ക് എൻ്റെ യഥാർത്ഥ ആത്മതത്വം അനുഭവേദ്യമാകും. അങ്ങനെ ആത്മതത്വം ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് പരമമോക്ഷവും ലഭിക്കും. അതിനാൽ ഉത്തമ തപസ്വിയായ മാതാവേ,
മനുഷ്യന് ജനന മരണങ്ങളിൽ നിന്നും മോക്ഷം ലഭിക്കുവാനുള്ള പ്രധാനം കാരണം ഭക്തി തന്നെയാണ്. ഭക്തരിൽ ശ്രേഷ്ഠയായവളെ, ഭഗവാന് പ്രിയപ്പെട്ടവളെ, മുനിമാർക്ക് പ്രിയങ്കരിയായവളെ, നിന്റെ ഉള്ളിലെ ഭക്തി കൊണ്ട് മാത്രമാണ് നിന്നെ എനിക്ക് കാണുവാൻ സാധിച്ചത്. ഹേ തപസ്വിനി, നിന്റെ മോക്ഷകാലവും ഇപ്പോൾ അടുത്തിരിക്കുന്നു. ഇനി സീതയിരിക്കുന്ന വഴിയെക്കുറിച്ച് അറിയാമെങ്കിൽ നീ എനിക്ക് പറഞ്ഞു തരണം. എന്റെ പ്രിയപ്പെട്ടവളും സുന്ദരിയുമായ സീതയെ ആരാണ് കടത്തിക്കൊണ്ടു പോയത്? ശ്രീരാമന്റെ ഈ വാക്കുകൾ കേട്ട് ശബരി സങ്കടങ്ങളെല്ലാം മാറി വലിയ ആദരവോടെ ഇപ്രകാരം മറുപടി പറഞ്ഞു. എല്ലാ കാര്യങ്ങളും അറിയുന്ന സർവജ്ഞനാണ് അവിടുന്ന്. സർവജ്ഞനാണെങ്കിലും ലോകാരീതി അനുസരിച്ച് മനുഷ്യനായി നടക്കുന്നതിലൂടെ അങ്ങ് എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. സീതാദേവി ദുഃഖിതയായി ലങ്കാപുരിയിൽ തന്നെയാണ് ഇപ്പോൾ കഴിയുന്നത്. ദേവിയെ അപഹരിച്ചു കൊണ്ടുപോയത് രാവണനാണ് എന്ന് അറിഞ്ഞാലും എൻ്റെ ദിവ്യ ദൃഷ്ടി കൊണ്ട് ഞാൻ ആ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് മുന്നോട്ട് അല്പം തെക്കോട്ട് പോയാൽ പമ്പ എന്നു പേരുള്ള മനോഹരമായ ഒരു തടാകം കാണാം. അതിൻ്റെ മുൻവശത്തായി ഋഷ്യമൂകം എന്നു പേരുള്ള ശ്രേഷ്ഠമായ ഒരു പർവ്വതം കാണാം. അവിടെ സുഗ്രീവൻ എന്ന വാനരശ്രേഷ്ഠൻ ഭയമന്യേ താമസിക്കുന്നുണ്ട്. സൂര്യപുത്രനായ ആ സുഗ്രീവൻ തൻ്റെ 4 മന്ത്രിമാരോടൊപ്പം ജ്യേഷ്ഠനായ ബാലിയെ പേടിച്ച് ആ പർവ്വതത്തെ അഭയസ്ഥാനമായി കഴിയുകയാണ്. മദംഗ മഹർഷിയുടെ ശാപം ഭയന്ന് ബാലിക്ക് ആ പർവ്വതത്തിലേക്ക് ചെല്ലുവാൻ സാധിക്കില്ല. അങ്ങ് ആ സുഗ്രീവനെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കുകയും അവനുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്താലും എന്നാൽ അങ്ങയുടെ സങ്കടങ്ങളൊക്കെ മാറി സീതാന്വേഷണം സാധിക്കുകയും ചെയ്യും. എന്നാൽ ഇനി ഞാൻ ഭഗവാനെ അങ്ങയുടെ അനുജ്ഞയോടെ അടിയന്തിരമായി അഗ്നിപ്രവേശം ചെയ്ത് അങ്ങയുടെ തൃപ്പാദ കമലങ്ങളിൽ ചെന്ന് ചേരാൻ പോവുകയാണ്. മായയാൽ ഉണ്ടായ എൻ്റെ സംസാര ബന്ധങ്ങളെ അങ്ങ് അറുത്തു മാറ്റണമേ. ആ നിമിഷം തന്നെ പരമമോക്ഷം പ്രാപിക്കുകയും ചെയ്തു. ഭക്തിപ്രിയയായ ഭഗവാൻ അനുഗ്രഹിച്ചാൽ ഇവർക്കെന്നോ അവർക്കെന്നോ ഇല്ലാതെ എത്ര ഹീനജാതിയിലുള്ളവർക്കായാലും അവർക്ക് മോക്ഷം സിദ്ധിക്കും. താമരക്കണ്ണനായ ഭഗവാൻ പ്രസന്നനായാൽ ജീവികൾക്ക് നേടാൻ പ്രയാസമായി ഒന്നുമില്ലെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ശ്രീരാമനോടുള്ള നിഷ്കളങ്കമായ ഭക്തി മാത്രമാണ് മോക്ഷത്തെ നേടിയെടുക്കുന്നത്. അതിനാൽ എന്നും ശ്രീരാമന്റെ തൃപ്പാദ കമലങ്ങളെ സേവിക്കുക. ബാഹ്യമായ ഓരോരോ മന്ത്രങ്ങളും തന്ത്രങ്ങളും ധ്യാനങ്ങളും പൂജാകർമ്മങ്ങളും ഒക്കെ ദൂരെ ഉപേക്ഷിച്ച് സ്വന്തം ഗുരുനാഥന്റെ ഉപദേശപ്രകാരം നിത്യവും സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ മാത്രം മനസ്സിൽ ധ്യാനിക്കുക. എപ്പോഴും ശ്രീരാമ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. ശ്രീരാമചന്ദ്രന്റെ പുണ്യകഥകൾ കേൾക്കുകയും മറ്റുള്ളവരോട് പറയുകയും ശ്രീരാമ ഭക്തന്മാരെ ആദരിക്കുകയും പൂജിക്കുകയും ചെയ്യുക. ഈ പ്രപഞ്ചം മുഴുവൻ ശ്രീരാമമയമാണെന്ന് മനസ്സിൽ ഉറയ്ക്കുമ്പോൾ ആ വ്യക്തി ശ്രീരാമചന്ദ്രനിൽ ചേർന്ന് ഒന്നായി തീരും. രാമ രാമ എന്ന് എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക. ഹേ സുന്ദരി ഭദ്രേ പരമേശ്വരി എന്ന് ശിവൻ പാർവതിയോട് പറയുന്നു. ഇപ്രകാരം പരമശിവൻ പാർവതി ദേവിയോട് ശ്രീരാമന്റെ മനോഹരമായ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത് കേട്ട സമയത്ത് ഭക്തിയാൽ അത്യധികം വിവശയായി ശ്രീരാമദേവനിൽ മനസ്സുറപ്പിച്ച പാർവതി ദേവിയും രാമചിന്തയിൽ ലയിച്ചിരുന്നു. ഈ രാമായണ കഥ പറയുന്ന കിളിമകളും അത്യധികം ആനന്ദം പൂണ്ട് ഹേ ശങ്കര അങ്ങ് ജയിച്ചരുളിയാലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. ആധ്യാത്മ രാമായണത്തിലെ ഉമാമഹേശ്വര സംവാദത്തിലുള്ള ആരണ്യകാന്ഡം ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ അടുത്ത കാണ്ഡവുമായിട്ട് വായിക്കാൻ വരാം, കഥ പറയുവാൻ വരാം. നാളെ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.